നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ഓരോ പാവവും എഴുതി വെക്കുന്നുണ്ട്. ഇവരാണ് വരുന്നത് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ. അല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല, ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. ما يلفظ من قول إلا لديه رقيب عتيد. റഖീബ് അതീദ് എല്ലാം എഴുതി രേഖപ്പെടുത്തുന്നു, ഒന്നും വിടുകയില്ല. നാളെ മഹ്ശറിൽ കൊണ്ടുപോകുമ്പോഴാണ് കിതാബ് കൊടുക്കുന്നത്. എത്തിയില്ല, മഹ്ശറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ ഓരോ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ അന്ധനായവൻ, ഈ മൂഖനായവൻ, ബധിരനായവൻ ഈ മാലാഖമാരോട് ചോദിക്കുകയാണ്, എനിക്കെന്തേ കണ്ണ് കാണാത്തത് മലക്കുകളെ, എനിക്കെന്തേ കാത് കേൾക്കാത്തത് മലക്കുകളെ, എനിക്കെന്തേ സംസാരിക്കാൻ കഴിയാത്തതെന്ന് മാലാഖമാരോട് ഈ മനുഷ്യൻ ചോദിക്കുമ്പോ മലക്കുകൾ അവന് മറുപടി നൽകുകയാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ عنك غطاءك فبصرك اليوم حديد. നാളെ ഖിയാമത്ത് നാളുണ്ടാകും, വിയർപ്പിൽ മുങ്ങുന്ന മഹ്ശറ ഉണ്ടാകും, നാളെ വിചാരണ ഉണ്ടാകും, സിറാത്ത് എന്ന പാലമുണ്ടാകും, നാളെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നെല്ലാം ഉലമാക്കൾ നിന്നെ ധരിപ്പിച്ചില്ലേ, പ്രവാചകന്മാര് വന്ന് നിന്നെ പഠിപ്പിച്ചിരുന്നില്ലേ? അന്ന് നിനക്ക് കണ്ണുണ്ടായിരുന്നു, കാതുണ്ടായിരുന്നു, സംസാരിക്കാനുള്ള നാവുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നീ ഉപയോഗിച്ചത് അല്ലാഹ്ക്ക് വേണ്ടിയല്ല. فلقد كنت في غفلة من هذا. ഈ ഒരു ദിവസത്തെ നീ അവിശ്വസിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നീ അശ്രദ്ധനായവനാണ്. പക്ഷേ ഫകശഫ്നാ عنك غطاءك فبصرك اليوم حديد. അങ്ങനെ മലക്കുകൾ അവനോട് പറയുകയാണ്, ഇന്ന് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇവിടുത്തെ അവസ്ഥകൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഇതാണ് മഹ്ശർ. നടക്കടാ നടക്കടാ, റബ്ബിന്റെ കോടതിയിലേക്ക് നിന്നെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. റബ്ബനാ ഖാല ഖരീനോ റബ്ബനാ മാ അഗ്തൈതനാ. ഞങ്ങളെ അല്ല അല്ലാഹുവേ, ഞങ്ങളെ പിഴച്ചുപോയി, ഞങ്ങളെ പിഴപ്പിച്ചതാണ് പടച്ച തമ്പുരാനെ. ഞങ്ങൾ ദുനിയാവിന്റെ അശ്രദ്ധയിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയതാണല്ല, ദുനിയാവിന്റെ രസലീലയിൽ ഞങ്ങൾ വീണുപോയി നാഥനെ. അല്ലാഹുവേ, ഇനി അങ്ങനെ ഒരു സംഭവം ഞങ്ങളിൽ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് മടക്കുമോ നാഥാ? ഇനി സദ്വൃത്തനായ സദ്ഗുണസമ്പന്നനായ നിന്റെ ഇഷ്ടദാസനായി ഞങ്ങൾ മടങ്ങി വരാം. അല്ലാ റബ്ബനാ അബ്സറനാ വസമിഅനാ. ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി അല്ലാ, എന്താണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം, എന്താണ് വിചാരണയെന്നും എന്താണ് ഖബറിന്റെ ജീവിതമെന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് ബോധ്യമായി മനസ്സിലായി. ഇനി ഞങ്ങൾ അതനുസരിച്ച് ജീവിച്ചു കൊള്ളാം പടച്ചവനെ. ഫർജിഅനാ, ഒന്ന് മടക്കുമോ റബ്ബേ, ഒന്ന് മടക്കുമോ റബ്ബേ. നിഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഭൗതികമായ ഒരാഡംബരവും ഇനി ഞങ്ങൾക്ക് വേണ്ട നാഥനെ. ഉറപ്പ് നൽകുന്നു അല്ലാ, ഉറപ്പിച്ചു പറയുന്നു അല്ലാ, ഒരവസരം കൂടി നൽകി മടക്കുമോ നാഥാ? മഹ്ശറിലേക്ക് കൊണ്ടുപോകും, വിലപിക്കും മനുഷ്യൻ. പ്ലീസ് കെഞ്ച് യാചിക്കും, പ്ലീസ് മലക്കളെ പ്ലീസ്. കോടതിയിലോട്ടൊക്കെ പോലീസുകാർ കള്ളനെ കൊണ്ടുപോകുമ്പോ, പ്ലീസ് സാറേ, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ 2000 റുപ്യ തരാം സാർ, 5000 റുപ്യ തരാം സാർ, ഞങ്ങൾ എങ്ങനെയൊന്ന് പറഞ്ഞു പ്ലീസ്, ഞങ്ങൾ എന്നോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം. നടക്കോ സംഭവം? നടക്കോ സംഭവം? ഇവനെ കൊണ്ടുപോകാൻ പറ്റും? മലക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മലക്കളാണല്ലോ, കൈക്കൂലി വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. لا يعصون الله ما أمرهم ويفعلون ما يؤمرون. മലക്കുകൾ എന്ന് പറഞ്ഞാൽ കഠോരമായി ശിക്ഷിക്കുന്നവരാണ്. അള്ളാന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തൊന്നും ചെയ്യുകയില്ല, അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് മലക്കുകൾ.
കൈക്കൂലി വാങ്ങിയിട്ടോ അതല്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നവരല്ല. അല്ലാഹ് പറയുന്നത് പോലെ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യും. യാ അല്ലാഹ് കൊണ്ടുപോ, പോടാ, നടന്നോട്ട്, സംസാരിക്കാൻ പറ്റില്ല, അടിയല്ലേ. അലക്കട കൈതങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, ഉനൈസ നീ എല്ലാം എവിടം കാണുമല്ലോ. നമ്മളെ ഒന്നും ഈ കോലത്തിലൊന്നും അല്ല, നമ്മളൊന്നും ഈ അവസ്ഥയിലൊന്നും അല്ല. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന കോലത്ത് നമ്മളിപ്പോ അത്ര 50 കിലോ 60 കിലോ 80 കിലോ 90 കിലോ 100 കിലോ 105 കിലോ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും അല്ല. നാളെ നരകത്തിലേക്ക് പോകുമ്പോ അതൊരു വേറെ കോലാണ്, അത് വിഷയം വേറെയാണ്. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ ഖുർആനിൽ അതീതിലും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും. ഉദാഹരണത്തിന് നാളെ അവിടുത്തെ മനുഷ്യന്റെ പല്ലെന്ന് പറയുന്നത് ഒരു പല്ല് ഉഹദ് മലയോളം വലുതാണ്. ഉഹദ് മല ഒരു പല്ല്, മുനേസിന്റെ ഒക്കെ പല്ല് ഉഹദ് മല പോലെ വലുതായിരിക്കും. എല്ലാവരുടെയും പല്ല് അങ്ങനെയാണ്. നാളെ എന്തായിരിക്കും രംഗം ഒന്ന് ആലോചിച്ചു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുമുണ്ടാകുന്ന വല്ലാത്ത അവസ്ഥയാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന്റെ രൂപത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും. അപ്പൊ നല്ല അവസ്ഥയിലെത്തണം, നല്ല അവസ്ഥയിലെത്തണം. അതുകൊണ്ടാണല്ലോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറിൽ വരുന്നവരുടെ നല്ല മുഖം കണ്ടാൽ രസമുള്ള മുഖം, പ്രകാശിക്കുന്ന മുഖം, പ്രകാശമാനമായ മുഖത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല മുഖം, ഒരു പീഡനങ്ങളുമില്ല, ഒരു രോദനങ്ങളുമില്ല, ഒരു വേദനയുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല. ചിരിച്ച് ചിരിച്ച് സന്തോഷത്തോടുകൂടി മഹ്ശറയിലേക്ക് കടന്നു വരുന്ന മുഖം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ തബയല്ലു വജൂഹ് വതസ്വദ്ദു വജൂഹ്. ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, ചില മുഖങ്ങൾ കറുത്ത് കരുവാളിച്ചിരിക്കും. ആരുടെ മുഖം കറുത്തിരിക്കുന്നുവോ അകഫർതും ബഅദ ഈമാനിക്കും, ഈമാനുള്ളവരായതിനു ശേഷം, സത്യവിശ്വാസികളായതിനു ശേഷം കുഫറിനെ തെരഞ്ഞെടുത്തവരല്ലേ, ശിർക്കിനെ തെരഞ്ഞെടുത്തവരല്ലേ. പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയുറച്ച് ജീവിച്ച പെണ്ണ്, എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങന്മാരെ, ഒരു കാമുകന് വേണ്ടി ഇസ്ലാമിക ആദർശത്തെ നീ പണയപ്പെടുത്തിയവളല്ലേ. അവന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ പോയി മാലയിടുന്നവളായി മാറുന്നില്ലേ? നാളെ നിന്റെ മുഖത്ത് നോക്കിയാണ് അല്ലാഹുവിന്റെ ചോദ്യം. ഈ നാട്ടിൽ നിന്റെ മുഖം നല്ല രസമുള്ളതായിരുന്നു, നിന്റെ കവിൾത്തടം നല്ല തുടുത്തതായിരുന്നു, നിന്റെ ചുണ്ടോ നല്ല ചുവപ്പുള്ളതായിരുന്നു, നിന്റെ കണ്ണോ നല്ല വലിപ്പമുള്ളതായിരുന്നു, നിന്റെ ഓരോരോ അവയവങ്ങളെ കാണാനും രസിക്കാനും ത്രസിപ്പിക്കാനുമുള്ളവയായിരുന്നു. അതുകൊണ്ടാണ് ജാതിഭേദമന്യേ നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. ഇസ്ലാമിക ആദർശത്തിൽ വളർന്നു വന്ന നിന്നെ ഏതോ അവിശ്വാസികൾ നിന്നെ കടന്നു പിടിച്ചില്ലേ? അവിശ്വാസികളുടെ കിണിയിൽ നീ കുടുങ്ങിയില്ല പെങ്ങളെ. 20 വർഷം 22 വർഷം 18 വർഷം വരെ നിന്നെ താലോലിച്ച് വളർത്തിയ നിന്റെ ഉപ്പയെവിടെ? നിന്റെ ഉമ്മയെവിടെ? നീ സുജൂദ് ചെയ്ത നെറ്റിത്തടം എവിടെ? ആ പരിശുദ്ധമായ മുഖത്തിന്റെ ഭാവമെല്ലാം ഇതാ അല്ലാഹു മാറ്റുകയാണ്. നല്ല മുഖം ദുനിയാവിൽ വെച്ച് നല്ല സുന്ദരി, കാണാൻ നല്ല രസം. കാരണം ഈമാന്റെ അടയാളമാണ്, ഈമാന്റെ അടയാളമാണ്. ആ ഈമാന്റെ അടയാളത്തോടു കൂടിയാണ് ഈ ദുനിയാവിൽ അല്ലാഹു നിന്നെ ജീവിപ്പിച്ചത്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ പണയപ്പെടുത്തി കുഫറിന്റെ പിന്നാലെ നീ ഓടി, ശിർക്കിന്റെ പിന്നാലെ നീ ഓടി, കേവലം ഒരു ചെറിയ ഒരു സുഖത്തിന് വേണ്ടി അല്ലേ? ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട്, ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഉമ്മയെയും ഉപ്പയെയും പോലും അനുസരിക്കാതെ നീ ഓടിയില്ലേ? അല്ലാഹ് എന്താ ചെയ്യാ? നിന്റെ മുഖത്തെ അല്ലാഹു തആല കറുപ്പിച്ചു കളയും. കറുത്ത് കരുവാളിച്ച കോലത്തില്, പേക്കോലത്തില് നാളെ നിന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ചോദിക്കും, എന്റെ മുഖം നല്ല മുഖം, ദുനിയാവിൽ നല്ല പാങ്ങുള്ള മുഖമായിരുന്നല്ലോ, എന്താ എന്റെ മുഖം ഇങ്ങനെ ആയിപ്പോയത്? എന്താ എന്റെ മുഖം ഇങ്ങനെ വികൃതമായിപ്പോയത്? പ്ലീസ് പറയൂ, പ്ലീസ് പറയൂ മലക്കളെ, ഒന്ന് പറയൂ മലക്കളെ. ഉടനെ മലക്കളുടെ ചോദ്യം, അകഫറതും ബഅദ ഈമാനിക്കും, നീ മുസ്ലിമായി ജനിച്ചവളല്ലേ, ജനിച്ചവനല്ലേ? ഇസ്ലാമിക ആദർശത്തോടെ 10, 18, 20, 22 വർഷക്കാലം ജീവിച്ചു വന്നിട്ട് ഏതോ ഒരു പിശാച് നിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചപ്പോ ആദർശം പോലും വകവയ്ക്കാതെ അവന്റെ പിന്നാലെ നീ ഒളിച്ചോടിയവളല്ലേ? അപ്പോഴേക്കും അല്ലാഹു നിന്റെ മുഖത്തിന്റെ കോലം മാറ്റിമറിച്ചു. ഫദൂഖൂ
അൽഅദാബ ബിമാ കുൻതും തക്ഫുറൂൻ. അനുഭവിക്കടാ, അനുഭവിക്കടി ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ ധിക്കരിച്ചവളല്ലേ, ധിക്കരിച്ചവനല്ലേ. അല്ലാഹുവിന്റെ ശിക്ഷയാണ് പെങ്ങളെ, അനുഭവിച്ചേ മതിയാവൂ, ഒളിച്ചോടാൻ സാധ്യമല്ല. കറുത്ത മുഖഭാഗമുള്ളവർ മഹ്ശറിലേക്ക് വരുമ്പോ അവരുടെ ചോദ്യത്തിന് മറുപടി മലക്കൾ ഇങ്ങനെ പറയും, പോടി, അനുഭവിച്ചോ, പോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിനക്കൊരു പുച്ഛമായിരുന്നു ഇല്ലേ? ഇസ്ലാം യാദർശം, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നത് വെറുതെ, നോമ്പെടുക്കുന്നത് വെറുതെ, അത് ഹറാം ഇത് ഹറാം എന്നൊക്കെ പറഞ്ഞ് ദുനിയാവിൽ ജീവിച്ചപ്പം നാളെ മരിക്കൂല, മഹ്ശറില്ല, ഖബറില്ല എന്ന് നീ വിചാരിച്ചിരുന്നു ഇല്ലേ? അനുഭവിക്കുന്നില്ലേ? പോ, ഫദൂഖു, പോ, മിണ്ടരുത്, പോ. യാ അല്ലാഹ്, നിലവിളിയോടെ നിലവിളിയായിരിക്കും, നിലവിളിയോടെ നിലവിളി. ആര് കേൾക്കാൻ അല്ലാത്ത അവസ്ഥയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അടുത്ത ആയത്ത് ഓതുകയാണ്, വഅമ്മല്ലദീന ബിയല്ലതു വജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്. ആരുടെ മുഖമാണോ പ്രസാദമുള്ളത്, പ്രകാശമുള്ളത്, പ്രകാശമാനമായത്, നൂറ് കൊണ്ട് പ്രകാശിക്കുന്നത്, ഫഫീ റഹ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്, കാരുണ്യത്തിലാണ്. അല്ലാഹുവിന്റെ കരുണ, അതാണ് നമ്മൾ എപ്പോഴും റഹ്മത്തിനെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ. ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ, കരുണ ചൊരിയണേ പടച്ചവനെ എന്നൊക്കെ ചോദിക്കുന്നതിനാ. ദുനിയാവിൽ വെട്ടി മാത്രല്ല, ആഖിറത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ കരുണ കിട്ടേണ്ടത്. ആരുമില്ല, ഇച്ചയില്ല, ഇഞ്ഞയില്ല, ആരുമില്ല, ഇക്കയില്ല, ഇത്തയില്ല, ആരുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല, എല്ലാവരും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഓരോ വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരിക. എന്തായി കാണുന്നത് പടച്ചവനെ, എന്തായി കാണുന്നത് അല്ലാഹുവേ, നാളത്തെ അവസ്ഥ എന്താണ് പടച്ചവനെ? അപ്പോഴാണ് രണ്ട് മുഖം, ഒന്ന് നല്ല തെളിഞ്ഞ മുഖം, ആ മുഖം ഇങ്ങനെ സന്തോഷത്താൽ തുള്ളിച്ചാടും, സന്തോഷത്താൽ തുള്ളിച്ചാടും. SSLC-യിലൊക്കെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരൊക്കെ തുള്ളിച്ചാടുന്നത് പോലെ, ഒന്നും കിട്ടാതെ 0+ കിട്ടിയവരെല്ലാരും മുഖമൊക്കെ കറുത്ത് കരുവാളി ചെയ്യാ തൂങ്ങിച്ചാവാൻ പോകുന്ന പോലെ, തൂങ്ങിച്ചാവാൻ പോവാണ്, വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടാൻ പോകുന്നത് പോലെ സന്തോഷത്തിന്റെ മുഖവുമുണ്ട്, സന്താപത്തിന്റെ മുഖവുമുണ്ട്. അല്ലാഹു നല്ല മുഖത്തിന്റെ മക്കളാക്കി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒളുവെടുക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. ഒളുവെടുക്കുമ്പോൾ, മുഖം കഴുകുമ്പോൾ, അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയല്ലു വജൂഹു ഔലിയായി. നിന്റെ ഔലിയാക്കളുടെ മുഖങ്ങളെ നാളെ നീ പ്രകാശിപ്പിക്കുന്നത് പോലെ പടച്ചവനെ എന്റെ മുഖത്തെ നീ പ്രകാശിപ്പിക്കണമേ അല്ലാഹ്. ഒളുവെടുക്കുമ്പോൾ ദുആ ചെയ്യണം, ഒളുവെടുക്കുമ്പോൾ ദുആ ചെയ്യണം. ആ മുഖങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ മഹ്ശറിലേക്ക് വരുമ്പോൾ പ്രകാശമാനമായിരിക്കും, പ്രകാശിച്ച് ജ്വലിച്ച് നിൽക്കും, ജ്വലിച്ച് നിൽക്കും. അങ്ങനെയാണ് പ്രകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നാളെ തിളങ്ങിയ മുഖവുമായി, പ്രകാശത്തിന്റെ മുഖവുമായി, അവരുടെ അവയവങ്ങൾ തിളക്കമുള്ളതായി മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കൾ ചോദിക്കുന്നു, ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്ത അവയവങ്ങളാ. മുഖം കഴുകിയവരാണ്, കൈകാലുകളെ കഴുകിയവരാണ്, തല തടവിയവരാണ്. അങ്ങനെ അംഗസ്നാനം വരുത്തി ദിനേന 5 നേരം റബ്ബിന്റെ കോടതിയിൽ സുജൂദിൽ വീണ എന്റെ അനുയായികളുണ്ടല്ലോ, അവർ നാളെ മഹ്ശറിലേക്ക് വരുന്നത് തിളക്കമാർന്ന അവയവങ്ങളോടെയാണ്. ഞാൻ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകുമത്രേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നാളെ മഹ്ശറാവൻ സഭയിൽ തിളക്കമാർന്ന അവസ്ഥയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒളുവിന്റെ അവയവങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കഴുകണേ. ഔ കമാ ഖാല റസൂലുള്ളാഹി. ചില ആളുകൾ ഒളു കൊടുക്കും, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല. അവയവങ്ങൾ ശ്രദ്ധിക്കാൻ ഒളു കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ഒളു എടുക്കുമ്പോൾ നല്ലപോലെ ഒളു കൊടുക്കണം, പൂർണ്ണമായ അവയവങ്ങൾ കഴുകണം, ആ അവസ്ഥയിൽ ഒളു കൊടുക്കണം. അങ്ങനെ ഒളുവെടുത്താൽ അവർ നാളെ എന്നെ കാണും, നല്ല തിളക്കമുള്ള അവസ്ഥയിൽ എന്നെ കാണും. ഒളുവില്ലാത്തവന്റെയും നിസ്കാരം ഇല്ലാത്തവന്റെയും കാര്യം ചർച്ചയേ ഇല്ല. യാ അല്ലാഹ്, കല്ലി വല്ലി, അവന്റെ മുഖമൊക്കെ ടാർ ടാർ
ടാർ വാരി എറിഞ്ഞ് മുഖത്ത് വിരൂപമായി പന്നിയുടെ കോലത്തിൽ വരും. പന്നിയുടെ കോലത്തിൽ നിസ്കാരമില്ലാത്ത ഹദീസ് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്നവരെ കുറിച്ച് പറയുമ്പോ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഒരായത്ത് മോദിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖബറുകളിൽ നിന്ന് ജനങ്ങളെ ഇതാ കൂട്ടമായി മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അഖ്ബിർനി അൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ആയത്തുമായി പോയപ്പോ, ഈ ആയത്തൊന്ന് ഓതിക്കൊടുത്തപ്പോ ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബീലാ. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദാടിരോമങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന പരിശുദ്ധമായ വസ്ത്രങ്ങളും ഹബീബായ തങ്ങളുടെ കണ്ണുനീര് കൊണ്ട് കുതിരുകയായി, കണ്ണുനീര് കൊണ്ട് നനയുകയായി. അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, ഹബീബായ തങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിലേക്ക് ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ നേരിൽ കാണുകയാണ്. ഹബീബായ തങ്ങൾ ബഹുമാനപ്പെട്ട മുആദിനെ നോക്കിയിട്ട് പറയുകയാ, സഅൽത അന്നബി നബീബ് യാ മുആദ്. മുആദേ, നീ ചോദിച്ചത് വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ് മുആദേ. അത് മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല, സാധ്യമാകുന്നില്ല. മഹാനായ പ്രവാചകൻ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നെ കുറിച്ചോ നിന്നെ കുറിച്ചോ മാത്രമല്ല, ഹബീബായ തങ്ങളുടെ പൊന്നുമോളെ കുറിച്ചല്ല, ഹബീബായ തങ്ങളുടെ പ്രിയതമകളായ ഭാര്യമാരെ കുറിച്ചല്ല, നമ്മുടെ ഓരോ വ്യക്തികളുടെ അവസ്ഥകൾ നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഓർത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. അവിടുത്തെ കണ്ണുനീര് കൊണ്ട് വസ്ത്രങ്ങളെല്ലാം കുതിരുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, മുആദ്, എന്റെ ഉമ്മത്തുകളെ ഖബറിൽ നിന്ന് 12 വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിലൊരു വിഭാഗം യുഹ്ശറൂന മിൻ ഖുബൂരിഹിം അലാ സൂറത്തിൽ ഖനാസീറ. ഒരു വിഭാഗം ആളുകളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരപ്പെടുക. അതെന്റെ വിഭാഗത്തിൽ പെട്ടവരാണല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹ്ശറിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുകയാണ്, മുഹമ്മദേ, അവിടുത്തെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ഉമ്മത്തികളാണെന്ന് കേട്ടപ്പോ ഫബകാ തവീലാ. അല്ലാഹുവിന്റെ റസൂൽ നിർത്താതെ കരയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹബീബേ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണ്. ഹൗലാഇ മിൻ ഉമ്മത്തിക. നിങ്ങളുടെ സമുദായത്തിൽ പെട്ടവര് തന്നെ, അവിടുത്തെ അനുയായികളിൽ പെട്ടവര് തന്നെ. പക്ഷേ വഹും യതഹാവനൂന ബിസ്സലാ. നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്നവരാണ്. പള്ളിയുടെ അരികിൽ കിടന്നാൽ പോലും 5 നേരം ബാങ്ക് വിളി കേട്ടാൽ പോലും നമസ്കാരത്തിന് താല്പര്യം കാണിക്കാത്ത, താല്പര്യം പ്രകടിപ്പിക്കാത്ത അവിടുത്തെ അനുയായികളുണ്ടല്ലോ, ആ അനുയായികളെ നാളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. അവരുടെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കും, അവരുടെ മുഖം വിരൂപമായിരിക്കും, അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയേ ഇല്ല. ആദരവായ റസൂലുള്ളാഹി
റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഫാത്തിനോടടുത്ത സമയത്ത് പോലും അലൈക്കും ബി ഉമ്മത്തി അസ്സലാ, എന്റെ ഉമ്മത്തികളെ നിങ്ങൾ മുറുകെ പിടിക്കണേ, നമസ്കാരം മുറുകെ പിടിക്കണേ. നാളെ നിങ്ങൾക്ക് എന്നെ കാണണ്ടയോ, എന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണ്ടയോ, നാളെ എന്റെ ശഫാഅത്ത് വേണ്ടയോ, നിങ്ങളുടെ കൈക്ക് ഞാൻ പിടിക്കണ്ടയോ, നിങ്ങളെ നമസ്കാരം ഒഴിവാക്കരുതേ, നമസ്കാരം ഒഴിവാക്കരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിൽ കൊണ്ടുപോയി ഒരു നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. നബി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സുമ്മാ തആല ഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോവുകയാ. ഞാൻ അവരെ ഒന്ന് നോക്കിയപ്പോ വലിയ വലിയ പാറക്കഷണങ്ങൾ കൊണ്ട് ആ സമുദായത്തിന്റെ തല എറിഞ്ഞു പൊട്ടിക്കുന്നു മാലാകമാർ. അവരുടെ തല പൊട്ടിച്ചിതറുകയും തലച്ചോറ് തിളച്ചു മറിയുകയും രക്തം മാർന്നൊഴുകുകയും ചെയ്യുമ്പോ അവർ നിലവിളിക്കുന്നു, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ, ഞങ്ങളെ ഒന്ന് മടക്കുമോ, നാട്ടിലേക്ക് മടക്കുമോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മൃഗീയമായ കാഴ്ചകൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ വിഭാഗം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, ഹൗലാഇ അല്ലദീന തതസാഖതു റൂസുഹും അനിസ്സലാ, നബിയേ ഈ തല അവർക്ക് നമസ്കാരത്തിന്റെ ബാങ്ക് വിളി കേട്ടാൽ ഈ തലയിൽ അവർക്കൊരു ഭാരമായിരുന്നു, ഭാരമായിരുന്നു. അവർ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അവർക്കതൊരു ഭാരമാണ്. ആരെങ്കിലും ഒരു 10 രൂപ ടിപ്സ് കൊടുത്താൽ തല കുനിച്ചു നിന്ന് അവരെ വന്ദിക്കുന്നവരാ. ഒരു പാട്ട് പാടിയാൽ, ഒരു റിയാലിറ്റി ഷോയിൽ പോയി ആടിയാൽ, തുള്ളിയാൽ, എടി പെണ്ണേ മോളെ നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് റിയാലിറ്റി ഷോയിലെ ജഡ്ജസ് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നീ തല കുനിക്കുന്നവളല്ലേ, അവരുടെ മുന്നിൽ നീ തല നമിക്കുന്നവരല്ലേ, അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നവരല്ലേ. 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് കടന്നുവാ എന്ന് വിളിക്കുമ്പോ ആ നമസ്കാരത്തിന് വേണ്ടി അവരുടെ തല അല്ലാഹുവിന്റെ മുന്നിൽ കുനിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല, കഴിയുന്നില്ല. അങ്ങനെയുള്ള അവിടുത്തെ സമുദായത്തിൽപ്പെട്ട വൃത്തികെട്ട, നെറികെട്ട, നികൃഷ്ടരായ ഉമ്മത്തികളാണ് ഹബീബേ, അവരുടെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നതെന്ന് ഹബീബായ തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുന്നാര ഹബീബായ തങ്ങൾ പറഞ്ഞത്, മരണത്തോടടുത്ത് കിടക്കുന്ന സമയം ചുണ്ട് ചലിക്കുകയാണ്, ചലിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പോയി ചെവിയൊന്ന് വെച്ചു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തികളോട് ഉപദേശിക്കണേ, അസ്സലാ അസ്സലാ, നമസ്കാരം, 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 നമസ്കാരം. എന്റെ ഉമ്മത്തിൽ പറഞ്ഞു നമസ്കാരം. നമസ്കാരം ഇല്ലാതെ നീ എന്തെല്ലാം നന്മ ഈ ദുനിയാവിൽ ചെയ്താലും, എത്ര വാള് സംഘടിപ്പിച്ചാലും, ഈ വാളിന് വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ചെലവ് ചെയ്താലും, നമസ്കാരമില്ലാതെ ഒരു തരിമ്പ് അല്ലാഹു സ്വീകരിക്കൂല. പ്രതീക്ഷിക്കേ വേണ്ട, പ്രതീക്ഷിക്കേ വേണ്ട. അവരുടെ മുഖം നാളെ മഹ്ശറിൽ വരുന്നത് കറുത്ത് കറുത്ത് കരുവാളിച്ചിരിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പൊന്നു മാതാപിതാക്കളെ, എന്റെ പൊന്നു മാതാപിതാക്കളെ, നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾ നിസ്കാരമില്ല എങ്കിൽ നിങ്ങൾ ഒരു പിടി ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല. നിസ്കാരമില്ലാത്തവൻ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം അവനെതിരെ ശാപപ്രാർത്ഥന നടത്തും. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ റഫഅ ലുഖ്മതൻ മിനത് തആം ഇന്ന താരിക സ്വലാ, ഇദാ റഫഅ ലുഖ്മതൻ മിനത് തആം, നമസ്കാരമില്ലാത്തവൻ, നമസ്കാരവുമായി ബന്ധമില്ലാത്തവൻ, അവൻ തന്റെ തീന്മേശയുടെ മുന്നിലെ ഭക്ഷണത്തളികയിൽ നിന്ന് ഒരു പിടി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ, ഇദാ റഫഅ ലുഖ്മതൻ മിനത് തആം ഇലാ ഫീ ഖാല, ആ ഭക്ഷണം വിളിച്ചു പറയുകയാണ്, യാ അദുവല്ലാഹ്,
അല്ലാഹുവിന്റെ വിരോധിയേ, ഇസ്ലാമിന്റെ വിരോധിയേ, അല്ലാഹുവിന്റെ ശത്രുവേ, അമാതു അദീ ഫർളല്ലാഹ്, അല്ലാഹുവിന്റെ ഫർള് നിറവേറ്റിയിട്ടാണോ നീ ഭക്ഷണം കഴിക്കുന്നത്? അലാ അള്ളാന്റെ ശാപം നിനക്കുണ്ടാകട്ടെ, അള്ളാന്റെ ശാപം നിനക്കുണ്ടാകട്ടെ. ആ ഭക്ഷണം അവനെതിരെ ശാപ പ്രാർത്ഥന നടത്തുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. നമ്മൾ കഴിക്കുന്ന ദം ബിരിയാണി, നമ്മൾ കഴിക്കുന്ന നാടൻ ചോറ്, നമ്മൾ കഴിക്കുന്ന അൽഫഹം, നമ്മൾ കഴിക്കുന്ന ഷവർമ, നമ്മൾ കഴിക്കുന്ന ഷവായ, നമ്മൾ കുടിക്കുന്ന പൊണ്ടം, വെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ്, ഇത് മുഴുവനും നമുക്കെതിരെ ശപിക്കുകയാണ്, നമുക്കെതിരെ ശപിക്കുകയാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യാത്ത നീ ഈ ഭക്ഷണം നീ കഴിക്കാൻ നിനക്ക് അനുവാദമില്ല, അവകാശമില്ല. ഇവന്റെ മുഖം നാളെ കറുത്ത് കരുവാളിച്ച കോലത്തിൽ പന്നിയുടെ രൂപത്തിലായിരിക്കും മഹ്ശറിലേക്ക് ഇവനെ കൊണ്ടുവരിക. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകം സൂക്ഷിച്ചാൽ നല്ലതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംസ്കാരമില്ലാത്ത മക്കൾ നമുക്ക് വേണ്ട, ഫായിദയില്ല. എന്ത് ഫായിദ? നാളെ മക്കൾ മാതാപിതാക്കളൊക്കെ എതിരാ പ്രശ്നങ്ങളാണ്. നാളെ മാതാപിതാക്കൾ എല്ലാം പ്രശ്നങ്ങളാണ്. അള്ളാഹു മഹ്ശറിലേക്ക് പോയില്ല, 10 മണിയായി, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മഹ്ശറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ, അവിടെ എത്തിയിട്ടില്ല സംഭവം. മഹ്ശറിലേക്ക് പോകുന്നേ ഉള്ളൂ. നാളെ മക്കളൊക്കെ എന്തായിരിക്കും? അങ്ങ് നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഉമ്മ ഭക്ഷണം വാരി കൊടുക്കല്ലേ, വിളമ്പി കൊടുക്കുകയോ ചെല്ല്, നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം. എന്താ വരുന്നു, ഇഷ്ടംപോലെ അതീതണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മാതാപിതാക്കൾക്കൊക്കെ പ്രശ്നമാണ്. വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് കഴിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഉമ്മമാർ തന്റെ മക്കൾ വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് കഴിച്ച് ഡ്രഗ് തിന്നിട്ട് വരുന്ന മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്താൽ നാളെ ഈ ഉമ്മമാരുടെ ഖബറിടത്തിലെ പാമ്പായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെന്ന് പറഞ്ഞാൽ എന്താ? മക്കള് മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ അടുത്ത സമയത്തൊക്കെ വന്ന മക്കളുടെ കാര്യങ്ങളൊക്കെ നൗദുബില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ പ്രഭാഷണത്തിലൂടെ പറയാൻ തന്നെ നമുക്ക് ലജ്ജയുണ്ട്. മീഡിയകളിലൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. മഹ്ശറിലേക്ക് വരികയാണ് നമ്മളില്ലേ? മഹ്ശറിലേക്ക് കടന്നു വരുമ്പോൾ മഹ്ശറിൽ എന്താണ് സംഭവിക്കുന്നത്? മഹ്ശറിൽ വരുന്നവരുടെ അവസ്ഥ എന്താണ്? മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോ അള്ളാഹു നമ്മളെ കാണണ്ടേ? അള്ളാഹെ നമുക്ക് കാണണ്ടേ? وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ആ മക്കൾ നാളെ നിങ്ങൾക്ക് ഉപകാരമുള്ളവരാവുകയില്ല. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നല്ല നിലയിൽ നിങ്ങളും ഉപദേശിച്ചില്ല എങ്കിൽ ഈ മാതാപിതാക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും മഹ്ശറിൽ യാതൊരു ഗുണവുമില്ല. എല്ലാ ഉപ്പമാരും ഉമ്മമാരും മഹ്ശറാ വൻസമയിൽ പരസ്പരം കണ്ടുമുട്ടുമത്രേ. പരസ്പരം അവർ കാണുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ അന്നാണ് മനസ്സിലാക്കുക, ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലൂടെ മക്കളെ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ആ സമയത്താണ് കാണുക. ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുകയാണ്, വജൂഹു യൗമൈദിൻ മുസ്ഫിറ ലാഹിഖതുൻ മുസ്തബ്ശിറ. ചില ആളുകൾ മഹ്ശറിലേക്ക് വരുമ്പോ അള്ളാഹുവിനെ കാണുമെന്നുള്ള സന്തോഷത്താൽ ചിരിച്ചുകൊണ്ട് സുസ്മേരവദനായി സന്തോഷത്തോടെ വരുമ്പോ ചില ആളുകളുടെ മുഖമെല്ലാം വിരൂപമായിരിക്കും, പൊടി കൊണ്ട് നിറഞ്ഞതായിരിക്കും, പൊടി പടലങ്ങളെ കൊണ്ട് മൂടപ്പെട്ടതായിരിക്കും. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. ദുനിയാവിൽ അള്ളാഹുവിനെ നിഷേധി
നിഷേധിച്ച നിഷേധികളാണത്രേ അവർ. ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമനിർമ്മാണങ്ങളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞവരാണവർ. അവരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട നബിയുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ എന്ന് പറയുന്ന മനുഷ്യൻ. ആ നബിയുനാ റസൂലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പരിശുദ്ധമായ തൗഹീദിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ പോയി ഉപദേശിക്കുകയാണ്. യാ അബതി ലാ തഅബുദുശ് ശൈത്താൻ ഇന്നശ്-ശൈത്താന കാന ലിർ-റഹ്മാനി അസിയാ. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് പിതാവേ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവേ. നിങ്ങൾ ഈ കാണുന്ന ബുദ്ധുകളെ, ദേവതകളെ ആരാധിക്കരുതേ. ഈ വടവൃക്ഷങ്ങളെ, സൂര്യനെ, ദീപത്തെ ആരാധിക്കരുതേ. കല്ലുകളെ, മണ്ണുകളെ, കരിങ്കല്ലുകളെ നിങ്ങൾ ആരാധിക്കരുതേ. ഏകനായ റബ്ബ് മാത്രമേ ഉള്ളൂ. ജഗത്തിന്റെ ഉടമസ്ഥൻ അവൻ മാത്രമാണ്. അഖിലാണ്ട കടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സംഹാര കർത്താവ് അല്ലാഹുവാൻ. അവനല്ലാതെ ഒരു ഇലാഹില്ല ഉപ്പ. അതുകൊണ്ട് ലാ തഅബുദിശ് ശൈത്താൻ, പിശാചിനെ ആരാധിക്കരുതേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ നോക്കി അഹോരാത്രം പറയുകയാണ്. എപ്പോഴും പറയും, പ്ലീസ് നിസ്കരിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവെ വഴിപ്പെടണം, അല്ലാഹുവെ ആരാധിക്കണം. നിങ്ങൾ പിശാചിനെ ആരാധിക്കല്ലേ, മുമ്പത്തെ ആരാധിക്കരുതേ. അല്ലാഹുവിന്റെ മുന്നിൽ നെറ്റിത്തട സമർപ്പിക്കണേ. ആ നെറ്റിത്തടം മറ്റൊരു വസ്തുവിന്റെ മുന്നിൽ കൊണ്ട് വെക്കരുതേ. അല്ലാഹ് പ്ലീസ് ഉപ്പ വാപ്പ കേൾക്കണേ. വാപ്പ എവിടെ വാപ്പ? അഹങ്കാരിയും ധിക്കാരിയും മുശ്രിക്കും കാഫിറുമായ വാപ്പ. ഏയ് ഇബ്രാഹിം, എന്നെ നീ പഠിപ്പിക്കണ്ട, നീ എന്നെ ഉപദേശിക്കണം. ഞാൻ പറയുന്നത് നീ പറയുന്നതിൽ നിന്ന് മാറി, നിന്റെ ആദർശത്തിൽ നിന്ന് ഒഴിവായി ഈ നാട്ടിൽ നിന്ന് വണ്ടി വിട്ടോണം. ഇല്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തച്ചുടിച്ചു കളയും, വെട്ടിക്കളയും. ഇറങ്ങിപ്പോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിച്ചോടിക്കേണ്ട വാപ്പ. എന്തിന്? നിസ്കരിക്കാൻ പറഞ്ഞതിന്, അല്ലാഹുവെ ആരാധിക്കാൻ പറഞ്ഞതിന്, ഇബാദത്ത് എടുക്കാൻ പറഞ്ഞതിന് ഇറക്കി വിടുകയാണ്. പോയില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ പരിശ്രമിച്ചു, ഇല്ല, കിട്ടിയില്ല, അനുസരിച്ചില്ല. രണ്ടുപേരും മരിച്ചുപോയി. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലപോലെ കേട്ടോ. നാളെ മഹ്ശറിലേക്ക് ഇതാ വരികയാണ്. ആര്? യൽഖാ ഇബ്രാഹീമു അബാഹു ആസറ വഅലാ വജ്ഹി ആസറ ഖതറതു വഗബറാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ തന്റെ പിതാവായ ആസർ നാളെ മഹ്ശറിലേക്ക് കടന്നു വരികയാണ്. തന്റെ വാപ്പായെ മകൻ തിരിച്ചറിയുന്നു, മകനെ ഉപ്പ തിരിച്ചറിയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ വഅലാ വജ്ഹി ആസറ ഗബറതു വഖതറ. ആസറിന്റെ മുഖത്ത് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെയും അവന്റെ മുബാറക്കായ മുഖത്തെയും കാണാൻ കഴിയുന്നില്ല. സ്വർഗ്ഗഹൂരികളെ കാണാൻ കഴിയുന്നില്ല. പ്രവാചകന്മാരെ കണ്ടാസ്വദിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ വാപ്പയാണ്, ഉപ്പയാണ്, പിതാവാണ് സംഭവം. ശരി, ആ പിതാവിന്റെ മുഖത്ത് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വികൃതമായ കോലത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തന്റെ വാപ്പായെ നാളെ മഹ്ശറിൽ വെച്ച് കാണുന്നത്. വാപ്പായുടെ അരികിലേക്ക് മകൻ അടുത്തു വരുമ്പോ വളരെ ദയനീയമായ ഭാഷയിൽ ദയയോടെ, കാരുണ്യത്തോടെ ഉപ്പായോട്, ഈ വാപ്പയോട് ഈ മകൻ വിളിച്ചു പറയുകയാണ്, യാ അബതി ഉപ്പാ അലം അഖുൽ ലക ലാ തഅസീനി. ഉപ്പാ, ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ ധിക്കരിക്കരുതേ, എന്നെ നിഷേധിക്കരുതേ. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. എന്നെ ധിക്കരിക്കരുതേ എന്ന് ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ ഉപ്പയായ നിങ്ങളും നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരും എന്നെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചില്ലേ ഉപ്പ?
ഇന്ന് മനസ്സിലാക്കിയോ? അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലേ? ഇന്ന് മഹ്ശർ എന്ന് പറയുന്ന വിയർപ്പിൽ കുളിക്കുന്ന രംഗം നിങ്ങൾ കാണുന്നില്ലയോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് പറയുമ്പോ ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോന്റെ പൊന്നുമോന്റെ കാല് പിടിക്കുകയാ. ആസർ എന്ന് പറയുന്ന ധിക്കാരിയായ വാപ്പ കാല് പിടിക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ ഇബ്രാഹിമേ, അൽയൗമ ലാ ഉസീക ശൈആ, ഇന്നേ ദിവസത്തിൽ നിനക്കെതിരെ ഞാൻ വർത്തിക്കുകയില്ല. നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നീ എന്നോട് കരുണ കാട്ടണേ. ഈ മഹാവിസ്ഫോടനത്തിൽ നിന്ന്, ഈ സൂര്യന്റെ ചൂടിൽ നിന്ന് എന്റെ മുഖത്തിന്റെ കെട്ട് നീ ഒന്ന് അഴിച്ചു മാറ്റുവോ? എന്റെ മുഖത്തിന്റെ വിരൂപം നീ ഒന്ന് മാറ്റിത്തരുവോ? എന്നെ നീ ഒന്ന് സഹായിക്കണേ എന്റെ പൊന്നുമകനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് സ്വന്തം പിതാവ് ലഭിക്കുകയാണ്. വാപ്പ അല്ലേ എന്തൊക്കെ ആയാൽ തന്നെയും തന്റെ ഉപ്പ അല്ലേ? നമ്മളൊക്കെ മക്കൾ ഒളിച്ചോടി പോകുമ്പോ നമ്മള് പള്ളിയിൽ പോയിട്ട് എഴുതി വെക്കും, എനിക്ക് അങ്ങനെ ഒരു മകളെ ഇല്ല. നമ്മൾ എഴുതി വെക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഔക്കറിച്ച അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഉദാഹരണത്തിനായി ഈ പേര് പറയുന്നത് കേട്ടോ, ഔക്കറിച്ചാന്നോ, അതൊക്കെ ഒരു ഉദാഹരണത്തിന് പറയണം. അപ്പൊ ചിലര് വിചാരിക്കും ഇങ്ങനൊക്കെ സംഭവം ഉണ്ടോ, നേരത്തെ ഇങ്ങനെ ഔക്കറിച്ചാര മോള് വല്ലതും പോയോ? ഞാനൊരു പേരിന് ഒരു ഉദാഹരണത്തിന് പറയാം. അപ്പൊ നിങ്ങളത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു പോയത് കേട്ടോ. ഇപ്പൊ ഖാലിദ് ചേരുന്ന ചിരിക്കുന്ന ഔക്കറിച്ച. ഇന്നലെ എന്തോ ഞാനൊരു വിഷയം പറഞ്ഞപ്പോ ഇങ്ങനെ ഔക്കറിച്ച മുൻ പ്രസിഡന്റ് ഔക്കറിച്ച എന്നൊക്കെ അത് ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ ഖാലിദ് പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ല ഉസ്താദ്, ഇവിടൊക്കെ അങ്ങനെ മുൻ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സ്വാഭാവികമായിട്ട് കാണുമല്ലോ. ഒരു ഉദാഹരണം അബൂക്കർ, എന്റെയും പേര് അബൂക്കർ എന്നല്ലേ. അപ്പൊ എന്റെ പേരായതുകൊണ്ടാണ് കൂടുതൽ ഞാൻ അതിനെ അങ്ങോട്ട് താങ്ങിക്കൊണ്ട് പറയുന്നത്. വേറെ ആരുടെയും പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പൊ ഇച്ഛാന്നും കൂടെ കൂട്ടി ഞാൻ ഇപ്പൊ താടിയൊക്കെ നരച്ചുകൊണ്ട് ഔക്കറിച്ച് തന്നെ ആയിപ്പോ. ഇനിയിപ്പോ വേറെന്താ, താടി നരയ്ക്കാതിരുന്ന സമയത്ത് കാസർഗോഡ് ഒന്ന് പ്രസംഗിച്ച് താടിയും ധരിച്ച്. എത്രയാ ഓതിയത്, എത്രയാ ഹദീസ്, എത്രയാ, എന്നിട്ട് വല്ല മാറ്റമുണ്ടോ സംഭവം? എനിക്ക് മാറ്റമുണ്ടോ എന്നുള്ള കാര്യം എങ്ങടെ അല്ല, എന്റെ കാര്യമാണ്. എനിക്കൊരു മാറ്റവും ഇല്ല ഇതുവരെയും. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അപ്പൊ നാളെ ഉപ്പയും ഉമ്മയൊക്കെ കാണും, മക്കളും വാപ്പയും എല്ലാവരും നമ്മൾ പരസ്പരം കാണും, എല്ലാവരും കാണും. അങ്ങ് കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, മോനെ പ്ലീസ് ഒന്ന് രക്ഷപ്പെടുത്തോ, സഹായിക്കോ. എന്തായാലും എന്റെ ഉപ്പ അല്ലേ, അള്ളാഹയോടൊന്ന് ചോദിച്ചു നോക്കാം. അന്ന് റെക്കമെൻഡേഷൻ SP യെയും DYSP ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല, ഊപ്പർവാലയെ തന്നെ വിളിക്കണം. അല്ലാഹയെ തന്നെ വിളിക്കണം, അല്ലേ വേറെ മാർഗ്ഗമില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. അല്ലാഹുമ്മ ഇന്നക വഅതനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, ദുനിയാവിൽ വെച്ച് നീ എനിക്ക് വാഗ്ദാനം നൽകിയതാണല്ലോ, എന്നെ ആഖിറത്തിൽ നിന്ദ്യനാക്കുകയില്ല, നിസാരനാക്കുകയില്ല എന്ന് നീ ആഖിറത്തിൽ വെച്ച് എനിക്ക് ദുനിയാവിൽ വെച്ച് വാക്ക് തന്നവനാണല്ലോ. ഇന്നേ ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപമാനം എന്റെ ഉപ്പയാ. ഒരു പ്രവാചകന്റെ ഉപ്പ എന്ന നിലയ്ക്ക് എന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. എന്റെ ഉപ്പാന്റെ മുഖം വിവർണമാണ്, വികൃതമാണ്, വിരൂപമാണ്. എന്റെ ഉപ്പാന്റെ മുഖം മുഴുവനും മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാദാ, എന്റെ ഉപ്പായെ നീ ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ. അള്ളാന്റെ മറുപടി എന്താ? ഒരു പ്രവാചകന്റെ ചോദ്യമാണ്, മനസ്സിലാക്കണോ? ആഖിറത്തിൽ മഹ്ശറിൽ ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. ഒരു പ്രവാചകൻ ചോദിക്കണം, എന്റെ ഉപ്പയെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്റെ ഉപ്പയെ ഒന്ന് സഹായിക്കണം അല്ലാഹ്. മഹ്ശറിൽ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി, വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിമേ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ദുനിയാവിൽ എന്നെ നിഷേധിച്ച് തള്ളിയ നിഷേധികൾക്ക് ഞാൻ
സ്വർഗം ഹറാമാക്കി നിഷിദ്ധമാക്കി ഇബ്രാഹിം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുഃഖിതനാണ്. ദുഃഖാകുലനാകുന്നത് കണ്ടപ്പോ അല്ലാഹു പെട്ടെന്ന് റൂട്ട് മാറ്റുകയാണ്. യാ ഇബ്രാഹിം, ഇബ്രാഹിമേ മാദാ തഹത റിജ്ലൈക്, ഉൻദുർ മാദാ തഹത റിജ്ലൈക്. ഒന്ന് നോക്കൂ ഇബ്രാഹിമേ, നിന്റെ കാലിന്റെ കീഴിൽ എന്തോ ഒരു വസ്തു ഇഴയുന്നുണ്ട് ഇബ്രാഹിം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ഫൈദാ ബിദീഖിൻ മുൽതതിഖിൻ, ഏതോ ഒരു മാലിന്യ വസ്തു തന്റെ കാലിൽ കിടന്ന് ചുറ്റുകയാണ്. ഒരു വൃത്തികെട്ട വസ്തു, ഒരു ദുർഗന്ധം വമിക്കുന്ന നീചമായ ഒരു വൃത്തികെട്ട വസ്തു തന്റെ കാലിൽ കിടന്ന് ചുറ്റുന്നത് കണ്ട് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ഫയൂഖദു ബിഖവായിമിഹാ, അതിന്റെ ചെവിയിൽ പിടിക്കുകയാണ്. ഫയുൽഖാ ഫിന്നാർ, നേരെ ഇബ്രാഹിമിന്റെ മുന്നിലേക്ക് നരകത്തെ അല്ലാഹു കൊണ്ടെത്തിക്കുകയാണ്. ആ നികൃഷ്ടമായ ജീവിയെ സ്വന്തം കൈകൊണ്ട് പിടിച്ചെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആരാണത് എന്റെ പൊന്നു സഹോദരാ? അഹങ്കാരിയും തെമ്മാടിയുമായി ഈ ദുനിയാവിൽ വാപ്പ ജീവിക്കട്ടെ, മക്കൾ ജീവിക്കട്ടെ, സ്വന്തം വാപ്പായെ ചെവിക്ക് പിടിച്ച് മക്കളെ കൊണ്ട് നരകത്തിലേക്ക് എറിയും എന്നതിന്റെ തെളിവാണ്. നമസ്കാരമില്ലാത്ത മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നമസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ്. നിങ്ങൾ കുടിച്ചു കൂത്താടി അഹങ്കാരികളായി ദുനിയാവിൽ കഴിയുന്നവരാണെങ്കിൽ നാളെ മഹ്ശറിൽ നിങ്ങളുടെ മക്കളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ചല്ലാഹു നരകത്തിലേക്ക് എറിയും കേട്ടോ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നാളെ പിഴച്ചു പോയവരാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കാത്തവരാണെങ്കിൽ, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ മക്കളെ മഹ്ശറിൽ വെച്ച് ചെവിക്ക് പിടിച്ച് നരകത്തിലേക്ക് എറിയേണ്ടവരാകും. അതിന്റെ ഉദാഹരണമല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സ്വന്തം പിതാവിനെ ഒരു നീചമായ വസ്തുവാക്കി അല്ലാഹു മാറ്റിയത്, നികൃഷ്ടമായ വസ്തുവാക്കി അല്ലാഹു മാറ്റിയത്. ആ ഇബ്രാഹിം സ്വന്തം കൈകൊണ്ട് പിതാവിനെ എടുക്കുകയാ. അറിയുന്നില്ല ഇതെന്റെ ഉപ്പയാണെന്നറിയുന്നില്ല. നരകത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷമാണ് ഇബ്രാഹിം നബി അറിയുന്നത് ഇതെന്റെ ഉപ്പയാണ്. കാലമൊന്ന് തിരിഞ്ഞു ചിന്തിക്കണേ. ഒരു കാലഘട്ടത്തിൽ മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ സ്വന്തം വാപ്പയല്ലേ പടഹധ്വനി മുഴക്കി രംഗത്തേക്ക് ഇറങ്ങി വന്നത്. എത്രയോ കിലോമീറ്റർ കണക്കെ വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അഗ്നി അതിൽ ആളിക്കത്തുന്ന അവസ്ഥയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വന്തം പിതാവിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് ആ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റുകയാണ്. മഹാനായ പ്രവാചകനാണ്, ആ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് ബഹുമാൻ ഇബ്രാഹിം നബിയെ തന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി വിവസ്ത്രനായി ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ ആ അഗ്നിഗോളത്തിലേക്ക് വലിച്ചെറിയാൻ ഈ ഉപ്പയല്ലേ നേതൃത്വം കൊടുത്തത്. കാലം തിരിച്ചു വരട്ടെ. മഹ്ശർ എന്ന് പറയുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അവിടെ നീതിയാണ്, ധർമ്മമാണ് അവിടെ അല്ലാഹു കാണിച്ചു കൊടുക്കുക. അത് തന്നെയല്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരെയും മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമ്പോ അവരുടെ ശരീരത്തിൽ വസ്ത്രം കാണുകയേ ഇല്ല. ഫയുക്സാ അവ്വലു മർറത്തിൻ ഇബ്രാഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി, ആദ്യമായി മഹ്ശറിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാ. കാരണം എന്താ? ഈ തീച്ചൂളയിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയപ്പെടുമ്പോ അവിടുത്തെ വസ്ത്രങ്ങളെല്ലാം ആ അഹങ്കാരികൾ അഴിച്ചു മാറ്റിയില്ലേ. വിവസ്ത്രനായി 40 ദിവസക്കാലത്തോളം ആ അഗ്നികുണ്ടാരത്തിൽ ഇബ്രാഹിം നബിയെ അല്ലാഹു പാർപ്പിച്ചില്ലേ. അതല്ലേ ഖുർആന്റെ ആയത്തിറങ്ങിയത്, ഖുൽനാ
യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയുടെ ഉടമസ്ഥൻ ഞാനാണ്, പടച്ച തമ്പുരാൻ പറയുകയാണ്. അതുകൊണ്ട് തീയേ ഇബ്രാഹിമിന്റെ മേൽ നീ ശീതളമാകണേ. എന്നെ പൊന്നുപെങ്ങളെ, അടുക്കളയിൽ നിങ്ങളുടെ കയ്യിൽ ചൂടുവെള്ളം വീഴുമ്പോ തീയിൽ നിങ്ങളുടെ ശരീരം പൊള്ളിപ്പോയാൽ ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതണേ. നിങ്ങളുടെ ചൂടിനും നിങ്ങളുടെ തീക്കും ഒരു ശമനമുണ്ടാകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ സന്ദേശമാണ്. അതുകൊണ്ടാണ് ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാളെ വസ്ത്രം ധരിപ്പിക്കപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം പിതാവ് ഇബ്രാഹിം നബിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിൽ നാളെ മഹ്ശറാവൻ സഭയിൽ സ്വന്തം മകൻ വാപ്പയെ തീയിലേക്ക് വലിച്ചെറിയുകയാണ്. അവിടെയാണ് സത്യം, അവിടെയാണ് ധർമ്മം, അവിടെയാണ് നീതി, അവിടെയാണ് ന്യായം. അവിടെ ഉപ്പയെന്നോ ഉമ്മയെന്നോ ഭർത്താവെന്നോ ഭാര്യയെന്നോ ഇല്ല. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന സമയത്ത് ആ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുടുംബ മഹിമയില്ല, കുടുംബമാത്വമില്ല, പാരമ്പര്യമില്ല, തറവാടിത്തമില്ല. ഞാൻ ഇന്ന കുടുംബത്തിലാണ്, ഞാൻ ഇന്ന ഇച്ചാന്റെ മോനാണ്, ഞാൻ ഇന്ന വർഗത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഇന്ന സംസ്കാരമുള്ളവനാണ്. ഏയ്, അതൊന്നും അവിടെ ഇല്ല. വാപ്പയാണോ ഉമ്മയാണോ ഭാര്യയാണോ ഭർത്താവാണോ ആരോ നല്ലവനാണെങ്കിൽ അവന് നാളെ സ്വർഗമാണ്. ആരാണോ നന്മയുമായി വരുന്നത് അവന് 10 ഇരട്ടി നന്മ കൊടുത്ത് അല്ലാഹു അവനെ സഹായിക്കുകയാണ്. അവിടെ ആരും ആകട്ടെ, വാപ്പയോ ഉമ്മയോ ഭാര്യയോ ഭർത്താവോ ജ്യേഷ്ഠനോ അനുജനോ അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ, അതൊന്നും അല്ലാഹുവോട് ആവശ്യമില്ല. അവിടെ കുടുംബ മഹിമ ഒന്നും ചോദ്യം ചെയ്യുകയില്ല. ഇവൻ ഏത് ഗോത്രക്കാരൻ, ഇവൻ ഏത് കുടുംബക്കാരൻ, ഏത് നാട്ടുകാരൻ, ഏത് വീട്ടുകാരൻ, ഏത് തറവാടിത്തമുള്ളവൻ, ഏയ് അല്ലാഹ് അവിടെ ചർച്ചയേ ഇല്ല. അല്ലാഹ് നന്മ ചെയ്തവനാണോ യാ അല്ലാഹ് കടന്നു വാ, ഇല്ലയോ നേരെ നരകത്തിലേക്ക് പോയിക്കോ. മാതാപിതാക്കളും മക്കളും നമ്മളുടെ അവസ്ഥ അതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ, നാളെ മഹ്ശറിലേക്ക് വരുമ്പോ 3 വിഭാഗം ആളുകളെ ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യുതഹിറുഹും വലഹും അദാബുൻ അലീം. മഹ്ശറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മഹ്ശറിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഓരോരോ വിഭാഗങ്ങൾ അള്ളാഹു കാണണ്ടേ, അള്ളാഹെ കാണണ്ടേ, അള്ളാഹെ കാണണ്ടേ, അള്ളാഹെ കാണാനുള്ള നമ്മുടെ ലക്ഷ്യം. ആ മുഖം അള്ളാഹുടെ മുഖം കാണണ്ടേ, ഏറ്റവും വലിയ വജ്ജ്, ആ സുന്ദര മുഖം അതൊന്ന് കാണണം. അതിനാണ് ജനങ്ങളെല്ലാം ധൃതി പിടിച്ച് ഓടിപ്പോകുന്നത്. അള്ളാഹുവിന്റെ മുഖം കാണാൻ അള്ളാഹു കാണാൻ തയ്യാറാകും. നമ്മളെ കാണും പടച്ചവൻ, നമ്മളെ കാണും പടച്ചവൻ. പക്ഷേ കാണാത്ത ചില ആൾക്കാരുണ്ട്. കാണാത്ത ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാളെ കാണാൻ താല്പര്യമില്ലയോ അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ നരകത്തിന്റെ അവകാശിയാണ്, യാതൊരു സംശയവുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹുവിനെ കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളിൽപ്പെട്ട ഒരാളെ അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടുന്നില്ലയോ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നിവേദനമായിട്ട് നമ്മൾ പോകുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ നിവേദനമായിട്ട് നമ്മൾ പോകുമ്പോ പ്രധാനമന്ത്രിയോട് എനിക്ക് അവരെ കാണണ്ട, യാ അല്ലാഹ്, അതിന്റെ അർത്ഥം എന്താ? എന്നെ നീ മാഫി ഫായദ, നീ ലാശ, നിന്നെ കൊണ്ട് ഗുണമില്ല, യാ അല്ലാഹ് പോ. മുഖ്യമന്ത്രി ഇല്ല, എനിക്ക് നിന്നെ കാണണ്ട പോ എന്ന് പറഞ്ഞാൽ നീ ലാശ, നിനക്ക് ഒരു വിലയില്ലാത്തവനെന്നാണ് എന്റെ അർത്ഥം. അതല്ല അർത്ഥം. നമ്മൾ കാണാൻ പോയിട്ട് ഒരു അനുവാദം തന്നിട്ടില്ല നമുക്ക്. പിന്നെ ഇവര് കുറച്ച് ഉപരോധം, ഇവർ കുറച്ച് സമരം, ഇവർ കുറച്ച് ഹർത്താൽ, ഇവർ കുറച്ച് പണിമുടക്ക്, അതൊക്കെ നടത്താം. മഹേശ്വര ഇതൊന്നും പറ്റൂല. മഹേശ്വര എവിടുന്ന് ഹർത്താലും പണിമുടക്കും നടക്കാൻ പറ്റില്ല. ഇടിയാണ്, മലക്കളെ നല്ല കമ്പിപ്പാരിക്കണം, കുത്തിട്ട് നല്ല കുത്ത്. അവിടുന്ന് പണി നടക്കൂലല്ലോ സംഭവം. അവിടെ പണി നടക്കുവോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളെ കാണുകയില്ല. നാളെ ആഖിറത്തിൽ വല്ലാത്ത സംഭവമല്ലേ മുസ്ലിങ്ങൾ, നമ്മളിങ്ങനെ പോവാണ്, 3 വിഭാഗം ആളുകളെ കാണുകയില്ല. സഹോദരിമാരെ മനസ്സിലാക്കുക, നാളെ മഹ്ശറിലേക്ക് കടന്നു വരികയാണ് നമ്മൾ എല്ലാവരും. മഹ്ശറിൽ വന്ന് നിൽക്കണം, മഹ്ശറിലേക്ക് വരികയാണ്. ഇങ്ങനെ പല 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 കോലത്തിൽ ഇങ്ങനെ കടന്നു വരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ.
അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ജനങ്ങളെ, നിങ്ങൾ അറിയുന്നില്ലേ, നാളെ ഒരു മഹാസംഭവ ദിവസത്തിൽ, ഒരു മഹാദിവസത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? റബ്ബുൽ ഇസ്സത്തായ ലോകത്തിന്റെ രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ മുന്നിൽ ഈ മാനവനെ നിർത്തപ്പെടുമെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? മനുഷ്യൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നു നിൽക്കുകയാണ്, മഹ്ശറ വൻസഭയിൽ വന്നു നിൽക്കുകയാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സലാസുമിയത്തിൻ സനീർ കാമിഖദാരി യൗമിദ് ദുനിയാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഈ ദുനിയാവിലെ 300 വർഷക്കാലത്തോളം മഹ്ശറയിൽ നമ്മൾ നിൽക്കണമത്രേ. 300 വർഷക്കാലത്തോളം മഹ്ശറയിൽ നമ്മൾ നിൽക്കണമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അയതുദിന ശംസു മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹു. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഓരോ സൃഷ്ടികളെയും മനുഷ്യവർഗങ്ങളെ മുഴുവനും മഹ്ശറിലേക്ക് കൊണ്ടു നിർത്തുമ്പോ അവന്റെ തലയ്ക്ക് മീതെ തുദിന ശംസു മിനൽ ഖൽഖി യൗമൽ ഖിയാമ ഹത്താ തകൂന കമിഖ്ദാരി മീൽ. 1 മൈൽ അകലെ മാത്രമാണ്, ഏതാനും ചില്ലറ 2-2.5-3 കിലോമീറ്ററുകൾക്കപ്പുറത്താ തീതുപ്പുന്ന സൂര്യൻ അവന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്നത്. 300 വർഷക്കാലം ഈ ദുനിയാവിൽ നമ്മൾ എണ്ണുന്ന 300 വർഷക്കാലം നാളെ മഹ്ശറിൽ നമ്മൾ നിൽക്കണമത്രേ. ഒരു ദിവസം ഒന്ന് പോകാൻ എത്ര ബുദ്ധിമുട്ടാണ്. 365 ദിവസമാണ് ഒരു വർഷമെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കുന്നവരെ ഈ ദുനിയാവിലുള്ളൂ. ഇനി 150 വർഷമാകട്ടെ, അത് തന്നെ എത്രയോ ദൈർഘ്യമാണ്, അതിന്റെ ഡബിളാണ്, അതിന്റെ 2 ഇരട്ടിയാണ്. 300 വർഷക്കാലത്തോളം നാളെ മഹ്ശറയിൽ നമ്മൾ നിൽക്കേണ്ടി വരും അത്രേ. മറ്റൊരു റിവായത്തിൽ കാണുന്നു, യംകുസൂന 40 40 വർഷത്തോളം ആ സൂര്യന്റെ ചൂടിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കേണ്ടി വരും അത്രേ. ഓരോ മനുഷ്യനും വിയർപ്പിൽ കുളിക്കുമത്രേ. അവന്റെ വിയർപ്പ് കാരണമായി അവൻ നിൽക്കുന്ന മഹ്ശറ മൈതാനിയിലെ ഭൂമിയിൽ നിന്ന് 70ഓളം അടി അവന്റെ വിയർപ്പ് താഴേക്ക് ഇറങ്ങുമത്രേ. അങ്ങനെ ആ താഴെ നിന്ന് ആ വിയർപ്പ് മുകളിലേക്ക് പൊങ്ങി വന്ന് അവന്റെ കാതോളം ചെവിയോളം വന്നു നിൽക്കുമെന്ന് ഔകമാകാല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവിടെ നിൽക്കേണ്ടത് കുല്ലു ബർരിൻ വഫാജിർ, എല്ലാ നല്ല മനുഷ്യനും നിൽക്കണം, എല്ലാ മോശക്കാരനും നിൽക്കണം. നമസ്കാരമുള്ളവരെ നിങ്ങളും നിൽക്കണം, അല്ലാഹുവിനെ അനുസരിച്ചവരെ നിങ്ങളും നിൽക്കണം, അല്ലാഹുവിനെ ധിക്കരിച്ചവരെ നിങ്ങളും നിൽക്കണം, അഹങ്കാരികളെ നിങ്ങളും നിൽക്കണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, നാളെ മഹ്ശറ മൈതാനിയിലെ വിയർപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയല്ലയോ ഞങ്ങളെ ഹറാമുകൾ ഒഴിവാക്കുന്നത്, ഞങ്ങളെ നമസ്കാരം നിലനിർത്തുന്നത്, ഞങ്ങൾ നോമ്പെടുക്കുന്നത്, ഞങ്ങളെ സക്കാത്ത് കൊടുക്കുന്നത്, ഖുർആൻ ഓതുന്നത് മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സാലിഹീങ്ങളായ നല്ലവരായ സദ്വരത്തരായ മനുഷ്യർ നാളെ മഹ്ശറിൽ നിൽക്കേണ്ടി വരും. പക്ഷേ കമിഖ്ദാരി സ്വലാ, ഒരു വഖ്ത് നമസ്കാരത്തിന്റെ സമയം മാത്രം അവർ നിന്നാൽ മതി. ബാക്കിയുള്ളവർ 300 വർഷക്കാലത്തോളം 40 വർഷക്കാലത്തോളം അവർ മഹ്ശറിൽ നിൽക്കേണ്ടി വരുമ്പോ സാലിഹീങ്ങളായ മനുഷ്യർ ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയം, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം, ഒരു വഖ്തിന്റെ സമയം മാത്രം മഹ്ശറിൽ നിൽക്കേണ്ടി വരും. കാരണം അവിടുത്തെ ചൂടൊന്നറിയാൻ, അവിടുത്തെ അവസ്ഥകളൊന്നറിയാൻ, അവിടുത്തെ മഹാവിപത്തുകളൊന്നറിയാൻ അല്ലാഹു നമ്മളെ രുചിപ്പിക്കുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ പറയുകയാ, ഫൗഖസാ ഹുല്ലതൈനി മിനൽ ജന്ന
എന്നെ സ്വർഗത്തിലെ വളയം അല്ലാഹു ധരിപ്പിക്കുമത്രേ, സ്വർഗത്തിലെ ആഭരണം അല്ലാഹു എന്നെ ധരിപ്പിക്കുമത്രേ, സ്വർഗത്തിലെ സുഗന്ധങ്ങളും സ്വർഗത്തിലെ വസ്തുക്കളും സ്വർഗത്തിലെ എല്ലാ വസ്ത്രങ്ങളും അല്ലാഹു എനിക്ക് നൽകി എന്നെ അണിയിച്ചൊരുക്കിയിട്ട് എന്നെ അർശിന്റെ വലതു ഭാഗത്തേക്ക് കൊണ്ടു നിർത്തുമത്രേ. ആ അർശിന്റെ വലതു ഭാഗത്ത് എല്ലാവരും ഭയങ്കരമായ ചൂടിൽ നിൽക്കുമ്പോ എന്നെ അർശിന്റെ വലതു ഭാഗത്ത് കൊണ്ടു നിർത്തുമ്പോ ഞാനല്ലാതെ ഒരാളും ആ ഭാഗത്ത് കാണുകയില്ല. എന്റെ അനുയായികൾ എന്നോടൊപ്പം അവിടെയും ഉണ്ടാകും. പക്ഷേ അവരെല്ലാവരും അർശിന്റെ താഴ്ഭാഗത്തായിരിക്കുമ്പോ ഞാൻ വലതു ഭാഗത്തായിരിക്കുമെന്ന് ഔകമാകാല ഹബീബുനാ റസൂലുള്ളാഹി. ഒളുവെടുക്കുമ്പോ ദുആ ചെയ്യണേ മറക്കരുതേ. തല തടകുന്ന സമയത്ത് എന്റെ പൊന്നുപെങ്ങളെ നിങ്ങളുടെ ദുആ അല്ലാഹുമ്മ അളില്ലനീ തഹത ളില്ലി അർശിക യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുല്ലാഹ്. പടച്ചവനെ, നാളെ ആരുടെയും തണലില്ലാത്ത ദിവസത്തിൽ വിയർപ്പിൽ മനുഷ്യൻ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് പടച്ച റബ്ബേ എനിക്ക് നീ തണൽ നൽകണേ, അർശിന്റെ തണൽ നൽകി എന്നെ സഹായിക്കണേ എന്ന് ഒളുവെടുക്കുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ മരിക്കുന്നത് വരെ നമസ്കാരത്തിന് വേണ്ടി ഒളുവെടുക്കുമ്പോ ആ ദുആയുടെ ബർക്കത്ത് കൊണ്ടൊരു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നമുക്ക് പരിശുദ്ധമായ അർശിന്റെ തണൽ ലഭിച്ചേക്കാം. അല്ലാഹു നമുക്കത് നസീബാക്കുമാറാകട്ടെ. നിക്കണം ഇങ്ങനെ റാഫിഈ റൂസിഹിം ഇലസ്സമാ. സൂര്യനിലേക്ക് നോക്കണം, കണ്ണൊക്കെ ഇവിടെ ആയിരിക്കും, കണ്ണിവിടെ ആയിരിക്കും. നിങ്ങൾ നോയിക്കൊണ്ടേയിരിക്കണം, നോയിക്കൊണ്ടേയിരിക്കണം. 40 വർഷം. വനാദൗ യാ മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക്. 40 വർഷക്കാലം നിന്ന് ലാ يأتون خبر من السماء ولا يكلمهم أحد. ആരും സംസാരിക്കുകയില്ല, ഒരു അഭിപ്രായങ്ങളും ഒരു കൽപ്പനകളും ആകാശഭാഗത്തു നിന്ന് വരുന്നില്ല. എല്ലാവരും മഹ്ശറ മൈതാനിയിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോ 40 വർഷക്കാലത്തോളം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും വരാതെ വരുമ്പോൾ ആ നരകത്തെ കാക്കുന്ന മലക്കിനോട് ചോദിക്കുകയാണ്. വനാദൗ യാ മാലികോ ലിയഖ്ലി അലൈനാ റബ്ബുക്. ഏ മാലിക്കേ, ഞങ്ങൾ നിന്ന് തളർന്നുപോയി മാലിക്കേ, ഞങ്ങൾ നശിച്ചുപോയി ഉരുകിപ്പോയി മാലിക്കേ, നിന്റെ റബ്ബിനോടൊന്ന് പറയുവോ ഞങ്ങൾക്കൊരു തണൽ നൽകാൻ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമേകാൻ നിന്റെ റബ്ബിനോട് നീ ഒന്ന് പറയുമോ മാലിക്കേ? ഇല്ല, 40 വർഷക്കാലം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഹ്ശറയിൽ നിൽക്കുന്ന മക്കൾ ചോദിക്കുകയാ, മാലിക്കേ ഞങ്ങൾക്ക് വേണ്ടി നീയൊന്ന് ഒത്താശ ചെയ്യുമോ, ഞങ്ങൾക്ക് വേണ്ടി നീയൊന്ന് അല്ലാഹുവിനോട് പറയുവോ, ഈ ഭയാനകതയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യുവോ? 40 വർഷം കഴിയുമ്പോ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം തല നിവർത്തിയിട്ട് പറയുകയാ, ഖാല ഇന്നകും മാകിഫൂൻ. അവിടെ തന്നെ നില്ലേ, അവിടെ തന്നെ നില്ലേ, നില്ലേ, അവിടെ തന്നെ നില്ലേ, മിണ്ടരുത്, അവിടെ തന്നെ നില്ലേ. 40 വർഷം മാലിക്കൊണ്ട് പറയും പരിഹാരം ഇല്ലേ? മഹ്ശറ നിന്ന് ഉരുകുന്നു, എല്ലാം വിയർപ്പിൽ മുങ്ങി കുളിച്ചു. പ്ലീസ് ഇന്നകും മാകിഫൂൻ. ഇല്ല, അവിടെ മഹ്ശറിൽ ഇല്ലേ, മഹ്ശറിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? 10 മഹ്ശറിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? പറഞ്ഞോളൂ. ഇന്നത്തെ വണ്ടി കഴിഞ്ഞാണ് നാളത്തെ വണ്ടി ആയിരിക്കും കാണിക്കുന്നത്. മഹ്ശറെ നമ്മൾ നിൽക്കുക, ഇപ്പൊ മഹ്ശറ നിൽക്കാൻ മഹ്ശറില അതിന് സംഭവം മൊത്തമുള്ളത്. എല്ലാ ഗ്രൂപ്പുകാരും വരും മഹ്ശറില്. അള്ളാഹെ കാണാൻ ഒരു ഗ്രൂപ്പുകാർ വരും, അള്ളാഹെ കാണാൻ പറ്റാത്തവര് വരും, അള്ളാഹ് കാണണ്ടെന്ന് പറയുന്നവര് വരും, ശരി എന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് പറയുന്നവര് വരും, നബിതങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്നവര് വരും. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, പല കോലം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളദക്കൻ
دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي ജന്നതി. പരിശുദ്ധമായ ഖുർആനാണ് ആകാശഭൂമികളെ തകർത്ത് തരിപ്പണമാക്കിയതാ. എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് സഭയിലേക്ക് മാനവനെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ എല്ലാവരും വിയർപ്പിൽ കുളിച്ച് മഹ്ശറയിൽ നിൽക്കുന്ന രംഗമാണ്. പടച്ച റബ്ബിനെ കാണാൻ ജനങ്ങളെല്ലാവരും ധൃതി കൂട്ടുകയാണ്, ആവേശഭരിതരാവുകയാണ്. ഓരോ മാലാഖമാരും സഫ് സഫായി മാറി നിൽക്കുമ്പോ എല്ലാവിധ ആഡംബരങ്ങളോടുകൂടി നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ പടച്ച തമ്പുരാൻ ഇതാ ഈ മാനവനിലെ ഇറങ്ങി വരികയാണ്. അതേപോലെ തന്നെയാണ് ഭയാനകമായ നരകമുണ്ടല്ലോ, നരകമുണ്ടല്ലോ, അഗ്നിയാൽ വിഴുങ്ങപ്പെട്ട ആ നരകമുണ്ടല്ലോ. ആ നരകത്തെ കെട്ടിവലിച്ചു കൊണ്ടുവരികയാ. ആ നരകത്തെ 70,000 മലക്കുകൾ 70,000-ഓളം ചങ്ങലകൾ കൊണ്ട് ആ നരകത്തെ കെട്ടിവലിച്ച് മഹ്ശറിലേക്ക് കൊണ്ടുവരികയാണ്. ഓരോ ചങ്ങലയുടെ ഭാഗത്ത് 70,000 മലക്കുകൾ വീണ്ടും പിടിക്കുകയാ. ആ നരകത്തിന്റെ പ്രകമ്പനം, ആ നരകത്തിന്റെ ക്ഷോഭം, ആ നരകത്തിന്റെ പ്രഹസനം, ആ നരകത്തിന്റെ അലമുറ, ആ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുമ്പോ ഈ ദുനിയാവിൽ വെച്ച് ചിന്തിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, ഈ ദുനിയാവിൽ ആഖിറത്തെയോ നരകത്തെയോ ചിന്തിക്കാത്ത മാനവനുണ്ടല്ലോ. യതദക്കറുൽ ഇൻസാൻ, ആ നരകത്തിന്റെ കൊടും ഭീകരത കാണുമ്പോൾ അവൻ മഹ്ശറിൽ നിന്ന് ചിന്തിക്കുകയാണ്. വഅന്നാ ലഹു ദിക്റാ, അവൻ ചിന്തിച്ചിട്ട് എന്ത് പുണ്യമാണ്, എന്ത് പുണ്യമാണ്, ഒരു കാര്യവുമില്ല. യഖൂലു യാ ലൈതനി, ആ നരകത്തിന്റെ ഭീകരത കാണുമ്പോ, ആ നരകത്തിന്റെ ക്ഷോഭം കാണുമ്പോ ഖദ്ദംതു ലിഹയാതി, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. മനുഷ്യൻ വിലപിക്കുന്നു മഹ്ശറിൽ നിന്ന് ആ നരകത്തിന്റെ ഭീകരമുഖം കാണുമ്പോ ചിലര് വിളിച്ചു പറയുകയാണ്, യാ ലൈതനി കുന്തു തുറാബാ, അല്ലാഹുവേ എന്നെ മണ്ണിട്ട് മൂടിയിരുന്നെങ്കിൽ, ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ. വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. യാ ലൈതലാ യാ ലൈത യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. നാളെ ആ മഹ്ശറാവൻ സഭയിൽ ആ നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ധിക്കാരികളുണ്ടല്ലോ, അവരുടെ വിരലുകൾ അവർ കടിക്കുമത്രേ. വിരലുകൾ കടിച്ചിട്ട് പറയുകയാണ്, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ അള്ളാഹുവേ ഈ ഭയാനകതയിൽ വീണ് മുങ്ങേണ്ടി വരുമായിരുന്നില്ലല്ലോ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി.
ഈ സത്യസന്ദേശം എനിക്ക് വന്നിട്ട് പോലും അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ നിന്ന് എന്നെ തെറ്റിച്ചു കളഞ്ഞ അഹങ്കാരികളും ധിക്കാരികളുമാണ് ഈ നിൽക്കുന്നതല്ലാ. അവനോടൊപ്പം ഞാൻ കൂട്ടുകൂടാതിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയാണ്. അതുകൊണ്ട് ആ നരകത്തെ കാണുമ്പോ മഹ്ശറ വൻസഭയിൽ മനുഷ്യൻ പറയുകയാ, എന്നെ ഒന്ന് നശിപ്പിക്കുമോ അല്ലാ, എന്റെ മേൽ മണ്ണിട്ട് മൂടുമോ അല്ലാ. നരകം കൊണ്ടുവരികയാണ്. അതൊക്കെ മനസ്സിൽ നടക്കുന്ന സംഭവമല്ലേ, കെട്ടി വലിച്ചുകൊണ്ടറിയാണ്. ഇതൊക്കെ ഇപ്പൊ പറയുമ്പോ കൊണ്ട് മനസ്സിലാവില്ല. ഇന്ന് വാള് കെട്ട് നാളത്തെ ദിവസം അല്ലാഹ് ഇങ്ങനെയൊക്കെ ഉണ്ട് മഹ്ശറിലില്ലേ. ഇങ്ങനെയൊന്നും അല്ല, ഇനിയുണ്ട്. മഹ്ശറയുടെ ഭയാനകത ഇനി ഒരു ദിവസം കൂടെ പറയണം, എന്നിട്ടേ മഹ്ശറ നിൽക്കുന്ന ഒരു അവസ്ഥ പറയാൻ പറ്റുള്ളൂ. അത് ഇനിയുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുവരും. ഇങ്ങനെ അന്നേരം ആരെ സഹായിക്കാൻ, ആരെ രക്ഷപ്പെടുത്താൻ? അപ്പോഴാണ് അറിയുന്നത് ദുനിയാവിൽ അള്ളാഹും റസൂലും പള്ളിയും നിസ്കാരവും ഇബാദത്തും ഒക്കെ. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അല്ലാഹു വലിയ ആഡംബരത്തോടുകൂടി ജനങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരുമ്പോ ജനങ്ങളെ കാണാൻ വേണ്ടി കൊതിക്കുന്നു. അപ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സലാസത്തുൻ ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യുതഹിറുഹും വലഹും അദാബുൻ അലീം. ഈ നരകത്തെ കൊണ്ടോടെ വെക്കും. ഇത് കണ്ടോ നരകം കാണാൻ? നരകത്തെ കണ്ടോ? കാണാൻ പഠിപ്പിക്കണം. അപ്പം ഈ ഉനൈസൊക്കെ കുറച്ച് തീ ജ്വാലയൊക്കെ കത്തുന്ന നരകമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, എന്നാലും പെണ്ണുങ്ങന്മാർക്ക് പേടി വരുള്ളൂ സംഭവം. ആ നരകത്തിന്റെ രംഗമൊക്കെ എന്നൊക്കെ ഇന്ന് എത്രയോ മലകളൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്, അഗ്നിഗോളങ്ങൾ വർഷിക്കുന്നുണ്ട്. സൗദിയിൽ കണ്ടില്ലേ തീ കത്തും, വെള്ളത്തിൽ തീ കത്തുന്നു. പടച്ചവന്റെ തർത്തീബാ. അതിന്റെ അർത്ഥം എന്താ? നാളെ ഈ കാണുന്ന സമുദ്രത്തെ അല്ലാഹ് കത്തിക്കും. ഈ കാണിക്കുന്ന ഈ വെള്ളത്തുള്ള നാളെ കത്തിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണത്. തീക്കെതിരാണ് വെള്ളം. തീയെ അണയ്ക്കാൻ പറ്റുന്നതാണ് വെള്ളം. പക്ഷെ വെള്ളവും കൂടെ കത്താൻ നിന്നാ പിന്നെ എന്തായിരിക്കും രംഗം? ഈ നരകത്തെ കൊണ്ടുവരികയാണ് മഹ്ശറിൽ നാളെ. എന്നിട്ട് അല്ലാഹു തആല തീരുമാനിച്ചിട്ട് അങ്ങോട്ട് വിടാൻ പോവുകയാണ്. ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ്സഈർ. ചോദ്യം ഇനിയാണ്. വാ, ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഓരോ ആളുകളും വാ, ഓരോ ഗ്രൂപ്പുകാരും വാ. യാ അല്ലാഹ്, ഓരോരുത്തരുടെ അവസ്ഥകളും വാ. അങ്ങനെ വരും ഓരോരുത്തര്. അങ്ങനെ കാണാൻ വരും ഒരു വിഭാഗം ആളുകളെ അല്ലാഹ് കാണണ്ട. സലാസത്തുൻ ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യുതഹിറുഹും വലഹും അദാബുൻ അലീം. മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹു കാണാൻ ഇഷ്ടപ്പെടുകയില്ല. മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹു കാണാൻ ആഗ്രഹിക്കുകയില്ല. ഒന്ന് അൽ അഖ്വാലിദൈൻ, ദുനിയാവിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ, മാതാപിതാക്കളെ തെറി പറഞ്ഞവരെ, മാതാപിതാക്കളെ പട്ടിണി കിട്ടവരെ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി അസഭ്യം പറഞ്ഞവരെ, മാതാപിതാക്കളെ വൃദ്ധാലയത്തിൽ കൊണ്ടുവിട്ടവരെ, മാതാപിതാക്കൾ ഒരു ശാപമായി നിന്റെ മനസ്സിൽ കരുതിയവനെ, നാളെ മഹ്ശറിൽ അല്ലാഹു നിന്നെ കാണുകയേ ഇല്ല. വമഅവാഹും ജഹന്നം, നിന്റെ സങ്കേതം നരകമാ. വലഹും അദാബുൻ അലീം. ഒരു വിഭാഗം, രണ്ടു മൂന്നോട് ഇരിക്കട്ടെ, ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല, ചാൻസും ഇല്ല. എന്താ മാതാപിതാക്കൾ? നമ്മൾ എന്താ ധരിച്ചത്? അബൂ ഖസ്സർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മറർനാ ഫി ബഅലിൽ മിയാഹി അല്ലദീ ബൈനനാ വബൈനൽ ബസറ. ഞങ്ങൾ ബസറയുടെ ഓരത്തോടെ ഞങ്ങൾ ഒരു സംഘം ആളുകൾ നടന്നു പോകുമ്പോ ഫസമിഅനാ നഹീഖ ഹിമാർ, അവിടെ പള്ളിയുടെ പരിസരത്തോടി അവിടെ ഒരു ആറ് ഒഴുകുന്നുണ്ടായിരുന്നു. ആ ബസറയിൽ ആറ്റിന്റെ തീരത്തുകൂടെ നടന്നു പോകുമ്പോ അവിടെ പള്ളിയുടെ ശ്മശാനം, ജനങ്ങളെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഖ്ബറ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഫസമിഅനാ നഹീഖ ഹിമാർ, ആ ഖബർസ്ഥാനിൽ നിന്ന്, ആ ഓരത്ത് പള്ളിയുടെ ഓരത്തുള്ള ഖബർസ്ഥാനിൽ നിന്ന് ഞങ്ങൾ ഒരു കഴുതയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഖുൽനാ, ഞങ്ങളപ്പോൾ ആ സംഘത്തിൽപ്പെട്ട തലവനിൽപ്പെട്ട ഒരാൾ ആ നാട്ടുകാരനോട് ചോദിച്ചു, മാഹാദൻ നഹീഖ്, എന്താണ് ഞങ്ങൾ ഈ കേൾക്കുന്നത്? ഈ കഴുതയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുവല്ലോ. ഈ ഖബർസ്ഥാനിൽ നിന്ന് കഴുത കരയുന്നത് പോലെ കരയുന്നത് ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നുവല്ലോ. മാ
മാ ഹാദാ നഹീഖ്, ഇതെന്ത് സംഭവമാണ്, ഇതെന്ത് കരച്ചിലാണെന്ന് ഞങ്ങൾ ആ നാട്ടുകാരനോട് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂ ഖസ്ർ റളിയല്ലാഹു അൻഹു പറയുകയാ, ആ നാട്ടുകാരനിൽപ്പെട്ട ഒരാള് പറയുകയാണ്, ഖാന റജുലുൻ മിൻ ഇൻദനാ, ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു വ്യക്തിയായിരുന്നു, ഖാന ഇദാ തുകല്ലിമു ഉമ്മുഹു ബിശൈഇൻ, ഏതെങ്കിലും ഒരു വാക്ക് ഉമ്മ തന്റെ മകനോട് പറഞ്ഞാൽ, ഉമ്മ ഏതെങ്കിലും ഒരു കൽപ്പന തന്റെ മകനെ നോക്കി പറഞ്ഞാൽ, ആ വ്യക്തി, ആ മകൻ ആ ഉമ്മയെ നോക്കി പറയുമത്രേ, ഇൻഹഖീ ഹിമാരകീ, കഴുത കരയുന്നത് പോലെ കരയല്ലേ തള്ളേ, കഴുത കരയുന്നത് പോലെ കരയല്ലേ. ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കി കഴുത എന്ന് വിളിക്കാൻ ഒരു മകൻ തയ്യാറായപ്പോ അഫമാത, അവൻ മരിച്ചുപോയി. ഫസമിഅനാ കുല്ല യൗമിൻ നഹീഖ ഹിമാരി മിൻ ഖബരിഹി, അന്നിവന്റെ മയ്യത്തടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം എല്ലാ ദിവസവും അസറിന്റെ സമയമാകുമ്പോ ആ ഖബറിൽ നിന്ന് കഴുത കരയുന്നത് പോലെ ഒരു ശബ്ദം ഈ ബസറയിലുള്ള ഞങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ചൊരു ഗവേഷണം നടത്തിയപ്പോഴാ തന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി അസറിന്റെ സമയമാകുമ്പോഴാണ് ഈ മകൻ വിളിച്ചു പറയുന്നത്, കഴുതേ കഴുതേ, നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയല്ലേ, നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയല്ലേ, 2 വർഷക്കാലം പാല് തന്ന ഉമ്മയല്ലേ, തോളത്തെടുത്തിട്ട് നിനക്ക് വേണ്ടി ഭക്ഷണം വായിൽ വെച്ച് തന്ന് നിനക്ക് ചുടുചുംബനം നൽകി നിന്നെ താരാട്ട് പാടി ഉറക്കിയ നിന്റെ ഉമ്മ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കി കഴുതേ എന്ന് നീ വിളിച്ചാൽ എന്റെ ചെറുപ്പക്കാരാ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിനക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റൂല. ആ ഖബറിടത്തിൽ നിന്ന് നിന്റെ കോലം അല്ലാഹു മറിച്ചിട്ട് നാളെ മഹ്ശറിലേക്ക് വരുന്നത് കഴുതയുടെ കോലത്തിലാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് കാണിച്ചു തന്നത്. മാതാപിതാക്കൾക്ക് മക്കൾ നല്ല ഗുണം ചെയ്യണം, മാതാപിതാക്കൾക്ക് നല്ല ഗുണം ചെയ്യണം, നല്ല ഗുണം ചെയ്യണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, പത്രയായോ ആയിക്കൊണ്ടേ ഇരിക്കുന്നു, പത്ര അനങ്ങുന്നില്ല, ഇതിന്റെ വാച്ച് തെറ്റാന്നോ, ശരി തന്നെയാണോ? പ്രശ്നമല്ല, പ്രശ്നമല്ല, പോലീസുകാർ വന്നിട്ട് നാളത്തെ പരിപാടി ബാൻ ചെയ്യരുത്, എനിക്കതേ പറയാം. പ്രശ്നമല്ല, പ്രശ്നമില്ല, ഞാൻ പറയാം. പ്രശ്നമില്ല, 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 എനിക്കിടുന്നു ദുആ ഇറക്കണം. ആ ഈ ശമ്പോട് പറഞ്ഞത് നിൽക്കാല്ലേ, എന്തായാലും അമുനേശ ഉറക്കം വരുന്ന സംഭവം മൈസരം നിൽക്കുന്നേ ഉള്ളൂ. മൈസറിന് വരുന്ന രൂപമുണ്ട്, വരുന്ന കോലുണ്ട്, വരുന്ന ആളുകളുടെ അവസ്ഥകളുണ്ട്. ഏതെല്ലാം കോലത്തിലുള്ള മൈസറി വരിക, എന്തെല്ലാം അവസ്ഥയിലാണ്. ചുമ്മാ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ? അപ്പൊ മൈസർ എത്തി ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം നമുക്ക് മൈസറിലത്തെ അവസ്ഥകൾ പറയാം. പക്ഷെ അടുത്ത വർഷം ബാധില്ലല്ലോ, ഖാലിദ് തോറ്റ്, അടുത്ത വർഷം ബാധില്ല. മടുത്ത് മടിയായി. ഇത്ര നാളും ഖാലിദ് പറഞ്ഞിട്ട് മാറ്റമില്ല പോലും ആർക്കും. ആകെ വിഷമത്തിലായി. എന്താ അധിച്ച ശരിയെന്നല്ലേ? നമുക്കെന്നെ ഗോവയിൽ വാദം നടത്താം ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു. കേട്ടോ, എന്തായാലും കേട്ടോ, സംഭവം പറയാം. ഇപ്പൊ എന്തായാലും ഇപ്പം എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നാളെ വാദില്ല, ഇവിടെ ഇല്ല, എനിക്ക് നാളെ എന്താ സ്ഥലത്തിന്റെ പേര്, പൊസോട്ട്, നാളെ എനിക്ക് പൊസോട്ടാണ്. അതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നമില്ല. മോലാളിമാര് നേതാക്കന്മാരിരുന്ന് വാദം പറയാൻ പറഞ്ഞു, അവിടെ പറഞ്ഞു, ശരി ഇൻഷാ അല്ലാഹ്, നമുക്ക് പ്രശ്നമില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, യാ റബ്ബി, പടച്ചവനെ, മൻ റഫീഖി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണ്? സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണ് അല്ലാഹ്? മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുകയാണ്, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണ് അല്ലാഹ്? ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുകയാണ്, ഇദാ മർറ ബിക റജുലുൻ അവ്വല മർറ, നീ അവിടെ നിൽക്കണേ മൂസ, നിന്റെ മുന്നിലൂടെ ഇപ്പോൾ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ ആദ്യമായി നടന്നതിന്റെ മുന്നിലേക്ക് വരുന്ന ആ ചെറുപ്പക്കാരനാണ് നിന്നോടൊപ്പം സ്വർഗത്തിന്റെ നിന്റെ കൂട്ടാളി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ മറുപടി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറെ നേരം അവിടെ നിന്നപ്പോ ഫമർറ ബിഹി റജുലുൻ, ഒരു സാദാ സീദ ഒരു ചെറുപ്പക്കാരൻ, ഒരു സാദാ സീദ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നു.
ഫദഹബ വറാഅഹു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ നടന്നുപോയി. فدخل بيتا وأمامه عجوزا. ഒരു ചെറിയ കൊട്ടലിലേക്ക്, ഒരു ചെറിയ വീട്ടിലേക്ക് ആ ചെറുപ്പക്കാരൻ പ്രവേശിക്കുകയാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് വിദൂരത്തിൽ നിന്ന് നോക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ആ പുരയ്ക്കുള്ളിലേക്ക് കയറിയിട്ട് വഅമാമഹു അജൂസാ. ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ ഒരു വയസ്സായ ഉമ്മ ഇരിക്കുകയാണ്. فأطعمها لحما مشوين وسقاها. പൊരിച്ച ഇറച്ചി അവന്റെ പൊതിയിൽ നിന്നെടുത്തിട്ട് ആ ഉമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഉമ്മയെ തീറ്റിക്കുകയാണ്, ഉമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയാണ്, ഉമ്മയെ കുളിപ്പിച്ച് ശുദ്ധിയാക്കുകയാണ്, ഉമ്മയ്ക്ക് നല്ല നല്ല വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച്. ഇതെല്ലാം മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് വിദൂരത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ആനന്ദ കണ്ണുനീര് കൊഴിച്ചുകൊണ്ട് മഹാനവറുകൾ നോക്കുമ്പോ ആ ചെറുപ്പക്കാരൻ ആ വയസ്സായ മാതാവിനെ നല്ല നിലയിൽ ശുശ്രൂഷിക്കുന്നത് ഈ മഹാനുഭാവൻ കാണുകയാണ്. അങ്ങനെ വെള്ളവും ഭക്ഷണവും കൊടുത്ത് നല്ല വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച് കുളിപ്പിച്ച് ശുദ്ധിയാക്കി ആ കട്ടിൽ കിടത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി വരുമ്പോ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് കടന്നു പോയിട്ട് ചോദിക്കുകയാണ്, മാഹിയാ, ആരാണ് ആ തള്ള, ആരാണ് ആ വൃദ്ധ, ആരാണ് ആ സഹോദരി? ഫഖാല, അവൻ പറയുകയാണ്, ഉമ്മീ, അതെന്റെ ഉമ്മയാണ്, അതെന്റെ മാതാവാണ്, അതെന്റെ പെറ്റുമ്മയാ. ആ ഉമ്മയാണ് എനിക്ക് ഭക്ഷണം വാരിത്തന്നത്, ആ ഉമ്മയാണ് എന്നെ മുലയൂട്ടിയത്, ആ ഉമ്മയാണ് എന്നെ കുളിപ്പിച്ചത്, ആ ഉമ്മയാണ് എനിക്ക് പുതുവസ്ത്രം നൽകിയത്. എന്റെ ഉമ്മ വിഷമത്തിലാണ്, എന്റെ ഉമ്മ വേദനയിലാണ്, എന്റെ ഉമ്മ അവശതയായി കിടക്കുമ്പോ ആ ഉമ്മയെ സംരക്ഷിക്കുന്നത് ഞാനാണ്, ആ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ എന്റെ ബാല്യം ഓർത്തു പോവുകയാ. അല്ലാഹുവേ, എനിക്ക് നീ ചെയ്ത എത്രയോ വലിയ ഭാഗ്യമാ. എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മ എന്റെ വായിൽ ഭക്ഷണം വെച്ച് തന്നില്ലേ, എന്നെ കുളിപ്പിച്ചില്ലേ, എനിക്ക് പുതുവസ്ത്രം ധരിപ്പിച്ചില്ലേ, ആ ഒരു ഭാഗ്യം നീ എനിക്ക് നൽകിയില്ലേ അല്ലാ. എന്റെ ഉമ്മാക്ക് അങ്ങനെ ചെയ്യാൻ ഒരു ഭാഗ്യം നീ നൽകിയല്ലോ. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഹൽ അദുല്ലാഹ തആല, ഏ സഹോദരാ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യട്ടെ, നിന്നെ അല്ലാഹു സ്വർഗ്ഗത്തിലെത്തിക്കാൻ ഞാൻ ദുആ ചെയ്യട്ടെ. ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ലാ, വേണ്ട മഹാനവറുകളെ, വേണ്ട. ഇന്ന ഉമ്മി കുല്ല യൗമിൻ തദ്ഉലി അല്ലാഹുമ്മ ഇജ്അൽ റഫീഖി മൂസാ ഫിൽ ജന്ന. വേണ്ട, എന്റെ ഉമ്മ ഓരോ ദിവസത്തിലും ഓരോ സന്ദർഭത്തിലും ഞാൻ ഓരോ ഉരുള ഭക്ഷണം എന്റെ ഉമ്മാന്റെ വായിൽ വാരി വെച്ച് കൊടുക്കുമ്പോ, എന്റെ ഉമ്മയെ ഞാൻ കുളിപ്പിക്കുമ്പോ, എന്റെ ഉമ്മയ്ക്ക് വസ്ത്രം ധരിപ്പിക്കുമ്പോ, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഇബ്നി റഫീഖ മൂസാ. അല്ലാഹുവേ, എന്റെ മകനെ നാളെ മൂസയോടൊപ്പം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. എന്റെ മകനെ മൂസയുടെ കൂട്ടുകാരനാക്കി സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. ബഹുമാനമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വെറുതെയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വെറുതെയാണോ? നിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ കൂട്ടത്തിൽ കട്ടിലിൽ ഇരുന്നിട്ട് ഉമ്മയോടൊപ്പം നീ കിടക്കണേ, ഉമ്മയോടൊപ്പം നീ ഉറങ്ങണേ, ഉമ്മയെ നീ ചിരിപ്പിക്കണേ, ഉമ്മയെയും ഉപ്പയെയും നീ ചിരിപ്പിക്കണേ. ഫൽസിം റിജ്ലൈഹാ ഫസമ്മൽ ജന്ന. ആ കാല് നീ കഴുകണേ, ആ കാല് നീ പിടിക്കണേ, അവിടെയാണ് സ്വർഗ്ഗമെന്ന് അല്ലാഹു റസൂൽ പറയുമ്പോ, മൂസ നബി എന്ന പ്രവാചകന്റെ ദുആ പോലും എനിക്ക് വേണ്ട. എന്റെ ഉമ്മാന്റെ ദുആയാണ് ഒരു പ്രവാചകന്റെ ദുആയേക്കാൾ ശ്രേഷ്ഠം. ആ മാതാവിനെ വേദനിപ്പിച്ച ചെറുപ്പക്കാരാ, നാളെ മഹ്ശറിൽ നിനക്ക് സ്ഥാനമില്ല, നാളെ റബ്ബിനെ നിനക്ക് കാണാൻ കഴിയില്ല. ഉമ്മയുടെ 10 മാസത്തെ ജീവിതം നിനക്കറിയോ? ഉമ്മ ഉറങ്ങുമ്പോ ആ വയറ്റിൽ കൈവച്ച്, അല്ലാ എന്റെ കുട്ടി ചരിഞ്ഞു കിടക്കുമ്പോ, അല്ലാ എന്റെ കുട്ടി
ബാത്റൂമിൽ പോകുമ്പോ അല്ലാ എന്റെ കുഞ്ഞ് ഉറക്കമില്ലാതെ 3 വർഷക്കാലത്തോളം നിനക്ക് വേണ്ടി ആ മാതാവ് കഷ്ടപ്പെടുമ്പോ ആ മാതാവിനെ ചിരിപ്പിക്കാതെ കരയിക്കുന്ന ചെറുപ്പക്കാരാ, നാളെ റബ്ബിന്റെ മുന്നില് നിനക്കൊരു സ്ഥാനവുമില്ല. നാളെ മഹ്ശറാ വൻസഭയിലേക്ക് നീ കടന്നു വരുമ്പോ നാളെ നിന്നെ റബ്ബ് കടാക്ഷിക്കുകയോ നോക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുകയില്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മിനൽ ഇബാദി ഇബാദുൻ, ജനങ്ങളിൽ ചിലരുണ്ട്, അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യുതഹിറും. അവരെ അല്ലാഹു കാണുകയില്ല, അവരെ അല്ലാഹു സംസ്കരിക്കുകയില്ല, അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. ആരാണവർ? അൽ മുതബർരിഉ മിൻ വാലിദൈഹി റഗ്ബതൻ അൻഹാ, ഉമ്മയെ വെറുത്തിട്ട് ഉപ്പയെ വെറുത്തിട്ട് ഉമ്മാന്റെ ഉപ്പാന്റെ തറവാട്ടിൽ നിന്ന് സ്വന്തം ഭാര്യയും വിളിച്ചോണ്ട് ദൂരെ പോയി താമസിക്കുന്ന മക്കളെ, തന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ടാണ് നീ താമസിക്കുന്നതെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ നിന്റെ റബ്ബ് നിന്നെ കാണുകയില്ല, നിനക്ക് ആ റബ്ബിന്റെ തിരുമുഖം കാണാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മയെ സേവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ, നമ്മുടെ ഉപ്പയെ സേവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹ് എത്ര വലിയ മഹത്വത്തോടെ പറഞ്ഞു ഉമ്മാന്റെ കാര്യം, എത്ര വലിയ മഹത്വം. നാളെ ആഖിറത്തിൽ മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് അല്ലാഹ് കാണാൻ താല്പര്യം കാണിക്കാത്തത് ഉമ്മയെ വേദനിപ്പിച്ചവൻ, ഉപ്പയെ വേദനിപ്പിച്ചവൻ. നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് നിന്റെ സ്വന്തം ജാഗയിൽ നിന്ന് അടിച്ചു നിന്നെ പുറത്താക്കിയാൽ പോലും ആ ഉമ്മാക്ക ഉപ്പാക്കെതിരെ ഒരു വാക്ക് നീ പറഞ്ഞു പോകരുത്, പറഞ്ഞു പോകരുത്, പോകരുത്. അത്രയ്ക്ക് മഹത്താണ് ഉമ്മാക്ക്, അത്രയ്ക്ക് മഹത്താണ് ഉപ്പാക്ക്. ആ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുകയേ വേണ്ട. റബ്ബിന്റെ കോടതിയിൽ അവനൊരു സ്ഥാനവുമില്ല, ഒരു സ്ഥാനവുമില്ല. ഒരുപാട് വിഷയങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. നാളെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ വലിയ ശിക്ഷയാണ്. അള്ളാഹയെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് വേറെന്താ? മഅവാഹും ജഹന്നം, അവന്റെ സങ്കേതം നരകത്തിലാണ്, അവന്റെ സങ്കേതം നരകത്തിലാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സാലിഹായ മക്കൾ ഉണ്ടെങ്കിൽ അവന്റെ ഖബറിൽ അവന് ശാന്തിയാണ്. ഒരിക്കൽ ഈസാ നബി ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. ആ ഖബറാളിയെ ശിക്ഷിക്കപ്പെടുകയാണ്. ആ ഖബറാളി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുന്നു. പിന്നീട് കുറെ വർഷങ്ങൾക്ക് പിറ്റേ വർഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിന്റെ ഓരത്തുകൂടെ നടന്നു പോകുമ്പോ ലം യുഅദ്ദിബ് സാഹിബുഹു, ആ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നില്ല. ആദ്യത്തെ വർഷം കടന്നു പോയപ്പോൾ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ആ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഖബറാളിയെ ശിക്ഷിക്കപ്പെടുന്നില്ല. ഫഖാല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി, പടച്ചവനെ, മറർതു ബിഖബരിൻ ആമ അവലിൻ യുഅദ്ദബു സാഹിബുഹു വമറർതു ബിഹാദൽ ഖബരി ലം യുഅദ്ദിബുഹു. അല്ലാഹുവേ, കഴിഞ്ഞ വർഷം ഈ ഖബറിന്റെ ഓരത്തുകൂടെ ഞാൻ നടന്നു പോകുമ്പോ ഈ ഖബറാളിയെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു അല്ലാഹ്. ഇന്ന് ഞാൻ ആ ഖബറിന്റെ ഓരത്തുകൂടെ നടക്കുമ്പോ ആ ഖബറാളി സന്തോഷത്തോടെ ഉറങ്ങുകയാണല്ലോ അല്ലാഹ്. എന്താണ് അതിന്റെ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചപ്പോ ഫഅവഹല്ലാഹു ഇലൈഹി, അല്ലാഹു തആല വഹി കൊടുക്കുകയാണ്. യാ റൂഹല്ലാഹ്, ഹേ അല്ലാഹുവിന്റെ റൂഹേ, ഇന്നഹു അദ്റ ഉദ്രിക ലഹു മലദുൻ സാലിഹുൻ, ആ മാതാവിന് ആ സഹോദരന് ഒരു സാലിഹായ സന്താനം ഉണ്ടായിരുന്നു. ആ സന്താനം വളർന്നു വലുതായി വലുതായി വന്നപ്പോ ഇന്നഹു ആവാ യതീമാ, അദ്ദേഹം യതീമായ മക്കളെ സംരക്ഷിക്കുന്ന മകനായി മാറി. അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യനായി
മനുഷ്യനായി മാറി. ഉദ്രിക വലദുൻ സാലിഹുൻ ആവാ യതീമാ, അങ്ങനെ നന്മ ചെയ്യുന്ന മനുഷ്യനായി യതീമായ മക്കൾക്ക് ഒരത്താണിയായി ജീവിച്ചു വളർന്നു വന്നപ്പോ ഫഗഫർതു ലഹു അമ്മാ അമില ഇബ്നുഹു, ആ മനുഷ്യനെ സേവിച്ച നന്മകൾ ചെയ്ത നല്ല മക്കളുടെ പേരിൽ ആ കബറാളിക്ക് ഞാൻ ശിക്ഷയിളവ് ചെയ്തു കൊടുത്തു. ഈസാ, ഈ ഭൂമുഖത്തൊരു മകൻ വളർന്നു വലുതായി വന്നാൽ അവൻ നമസ്കാരമുള്ളവനായി ഇബാദത്തുള്ളവനായി നാട്ടുകാർക്ക് നന്മ ചെയ്യുന്നവനായി മാറിയാൽ ആ മനുഷ്യന്റെ വാപ്പ മരണപ്പെട്ട് കബറിൽ കിടന്നാൽ, ഉമ്മ മരണപ്പെട്ട് കബറിൽ കിടന്നാൽ അവർക്ക് ആ കബറിൽ സന്തോഷമിറക്കി കൊടുക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, മീറാസുല്ലാഹി ബഅദ മൗതിഹി മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ വലദുൻ സാലിഹുൻ യഅബുദുഹു ബഅദഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ഈ ദുനിയാവിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അനന്തര സ്വത്ത്, അമൂല്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ സദ്വൃത്തനായ മകനാണ്, മകളാണ്. ആ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം നമസ്കരിച്ചു നോമ്പ് പിടിച്ച് ആ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന മക്കളാ. ആ മക്കളാണ് ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല സന്താനങ്ങൾ. ആ മക്കളെയും മാതാപിതാക്കളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള സാലിഹായ മക്കളെ അല്ലാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. സാലിഹായ മക്കളെ അല്ലാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ.